بمثله ولو كان بعضهم لبعض ظهيرا ولقد صرفنا للناس في هذا القرآن من كل مثل فأبى أكثر الناس إلا كفورا. السلام عليكم. എൻ്റെ പേര് ഫൈസൽ വളപട്ടണം. നേരത്തെ ഇവിടെ തീവ്രവാദത്തെപ്പറ്റി ഇവിടെ പറയുകയുണ്ടായി. നിലനിൽപ്പ് തന്നെ അപകടത്തിലാവുന്ന അവസ്ഥയിൽ ഒരു മുസ്ലിമിന് പ്രതിരോധിക്കുവാൻ ഇസ്ലാം അനുവാദം നൽകുന്നുണ്ട്. ഇന്ത്യൻ മുസ്ലിങ്ങളുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലായ ഈ അവസ്ഥയിൽ NDF പോലുള്ള തീവ്രവാദ സംഘടനയിൽ ഒരു മുസ്ലിമിന് പ്രവർത്തിക്കാമോ? സംഘടനകളുടെ പേരും കാര്യങ്ങളൊന്നും പറയാൻ ഞാനാളല്ല. ഇവിടെ നിലനിൽപ്പ് അപകടകരമാക്കുമ്പോൾ നമുക്ക് തീവ്രവാദം ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദ്യം. നിലനിൽപ്പ് അപകടമാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ച് ഇസ്ലാമിന് കൃത്യമായ കാഴ്ചപ്പാടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം മുഴുവനും മുസ്ലിമിന് മാതൃകയാണ്. പ്രവാചകന്റെ ജീവിതത്തെ 4 ഘട്ടങ്ങളായി നമുക്ക് തിരിക്കാം. ഒന്ന് മക്ക കാലഘട്ടം, മറ്റൊന്ന് മദീനയിൽ ഹിജ്റ മുതൽ ഹുദൈബിയ സന്ധി വരെയുള്ള കാലഘട്ടം, മറ്റൊന്ന് ഹുദൈബിയ സന്ധി മുതൽ മക്ക വിജയം വരെയുള്ള കാലഘട്ടം, മറ്റൊന്ന് മക്ക വിജയം മുതൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് വരെയുള്ള കാലഘട്ടം. ഇങ്ങനെ 4ആയി തിരിച്ചുകൊണ്ട് പ്രവാചക ജീവചരിത്രത്തെ, പ്രവാചകന്റെ സുന്നത്തിനെ നമ്മൾ പരിശോധിച്ചാൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ എല്ലാ അവസ്ഥകളിലും, ഏതവസ്ഥകളിലും ഒരു മുസ്ലിമിനെ സ്വീകരിക്കുവാൻ സാധിക്കുന്ന സമ്പ്രദായങ്ങളെക്കുറിച്ചുള്ള പൂർണ്ണമായ വിവരം നമുക്കതിൽ നിന്ന് കിട്ടും. അവൻ പ്രജയാകുമ്പോൾ, രാജാവാകുമ്പോൾ, ഇസ്ലാമികേതര രാഷ്ട്രത്തിലെ പൗരനാകുമ്പോൾ എന്ന് വേണ്ട ഏതവസ്ഥയിലും അവന് എങ്ങനെ ജീവിക്കണം എന്നതിനുള്ള കൃത്യമായ മാർഗരേഖ ലഭിക്കും. പ്രവാചകന്റെ ആദ്യ കാലഘട്ടത്തിലെ 13 വർഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ അധികാരമില്ല. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ അവിടുത്തെ ഗോത്രാധിപത്യ വ്യവസ്ഥിതിക്ക് കീഴിൽ ജീവിച്ചു. അവിടെ അദ്ദേഹം പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നു, പ്രയാസങ്ങൾ സഹിക്കേണ്ടി വന്നു. അദ്ദേഹത്തിനെതിരെ ഗൂഢാലോചനകളുണ്ടായി, അദ്ദേഹത്തിനെതിരെ ശക്തമായ ആക്രമണങ്ങളുണ്ടായി. അദ്ദേഹത്തിൻ്റെ പല അനുയായികളും ക്രൂരമായി കൊല ചെയ്യപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ പല അനുയായികളെയും വളരെ നിഷ്ഠൂരമായി മർദ്ദിച്ചു. അദ്ദേഹത്തിൻ്റെ അനുയായികളിൽ പലർക്കും പലായനം ചെയ്യേണ്ടി വന്നു. അദ്ദേഹവും കുടുംബവും അദ്ദേഹത്തിൽ വിശ്വസിച്ച ആളുകളും കൊല്ലങ്ങളോളം പട്ടിണി കിടക്കേണ്ടി വന്നു. പച്ചില മാത്രം തിന്നുകൊണ്ട് ജീവിക്കേണ്ട അവസ്ഥയുണ്ടായി. പ്രവാചകന്റെ അനുയായികളിൽ പലരും പ്രവാചകനോട് വന്നുകൊണ്ട് ചോദിക്കുന്ന അവസ്ഥയുണ്ടായി, എപ്പോഴാ പ്രവാചകനെ പടച്ച തമ്പുരാന്റെ വിജയമുണ്ടാവുക? ആ സമയത്തെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തത്, നിങ്ങൾ ക്ഷമിക്കണം, നിങ്ങളുടെ പ്രതിഫലം സ്വർഗമാണ് എന്ന് പറയുകയാണ്. അഥവാ ഇസ്ലാമികേതരമായ രാഷ്ട്രത്തിൽ ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അനുഭവിക്കേണ്ടി വന്ന പ്രയാസങ്ങളിൽ അദ്ദേഹം അവിടെയുള്ള സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആ പ്രയാസങ്ങളിൽ നിന്ന് രക്ഷ ലഭിക്കുവാൻ വേണ്ടി അദ്ദേഹം പരിശ്രമിച്ചു. ഇത് നമുക്ക് കാണാൻ കഴിയും. പ്രവാചകനും കുടുംബവും വിശ്വാസി സമൂഹവുമെല്ലാം ഷേബ് അബൂതാലിബിന്റെ താഴ്വരയിൽ പട്ടിണി കിടന്നുകൊണ്ട് ജീവിച്ചിരുന്ന സമയത്ത് ഒരിട്ട് ധാന്യം ലഭിക്കാതെ, ഒരു മാംസ കഷ്ണം ലഭിക്കാതെ, കേവലം പച്ചിലകൾ തിന്നുകൊണ്ട്, കള്ളിമുള്ളിൻ്റെ ഇലകൾ തിന്നുകൊണ്ട്, പച്ചിലകൾ തിന്നുകൊണ്ട് ജീവിച്ചിരുന്ന സമയത്ത് അവർ കാഷ്ടിക്കുന്നത് പോലും ഈ ആട് കാഷ്ടിക്കുന്നത് പോലെ ആയി എന്ന് ചരിത്രകാരന്മാർ പറയുന്ന സമയത്ത് അതിൽ നിന്ന് രക്ഷ നേടാൻ അന്നത്തെ ഗോത്രാധിപത്യ വ്യവസ്ഥിതിയിലെ ചില സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, അഥവാ ചില ശുപാർശകന്മാരെ അവരുമായി സംസാരിപ്പിച്ചുകൊണ്ട് ആ രൂപത്തിൽ രക്ഷപ്പെടാൻ വേണ്ടി റസൂലുള്ളാഹി പരിശ്രമിച്ചത് നമുക്ക് കാണാൻ കഴിയും. ഇതേപോലെ തന്നെ ഇസ്ലാമികേതരമായ സമ്പ്രദായങ്ങളിൽ ജീവിക്കേണ്ടി വരുന്ന മുസ്ലിം അനുഭവിക്കേണ്ടി വരുന്ന പ്രയാസങ്ങളിൽ ആ രാഷ്ട്ര സംവിധാനത്തിനെതിരെ കലാപം നടത്തുക എന്നതല്ല ഇസ്ലാം പഠിപ്പിച്ചത്. മറിച്ച് ആ രാഷ്ട്ര സംവിധാനത്തിലെ
സാധ്യതകൾ ഉപയോഗപ്പെടുത്തി ആ സംവിധാനത്തെ നമുക്ക് നമ്മുടെ അവകാശങ്ങൾ, മുസ്ലിങ്ങളുടെ അവകാശങ്ങൾ അനുവദിച്ചു തരുന്നതിന് വേണ്ടിയുള്ള ഇസ്ലാമികേതരമായ ഒരു സാമൂഹ്യ സംവിധാനം നിലനിൽക്കുമ്പോൾ ആ സംവിധാനത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നേരിടുന്ന പ്രശ്നങ്ങളെയും പ്രയാസങ്ങളെയും ദൂരീകരിക്കുവാൻ വേണ്ടി പരിശ്രമിക്കുക എന്നതിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 13 വർഷ കാലഘട്ടത്തിലെ മക്ക ജീവിതത്തിൽ നമുക്ക് മാതൃകയുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടപ്പോഴും പ്രവാചകനെതിരെ ഗൂഢാലോചനകൾ നടന്നപ്പോഴും ഒന്നും റസൂൽ ഒരു സായുധ സമരം ആ സമൂഹത്തിനെതിരെ ഉയർത്തുവാൻ വേണ്ടി പറഞ്ഞില്ല. മറിച്ച് സായുധ സമരം ഉണ്ടാകുന്നത് ഇസ്ലാമിക രാഷ്ട്ര സംവിധാനത്തിൻ്റെ നായകനായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാറിയതിനു ശേഷമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇസ്ലാമികമായി പറഞ്ഞാൽ ഇന്ത്യയിൽ നിലനിൽക്കുന്ന എന്ത് പീഡനങ്ങളുടെ പ്രയാസങ്ങളുടെ സാഹചര്യമുണ്ടെങ്കിലും ആ ഇന്ത്യ രാജ്യത്തെ മുസ്ലിങ്ങൾ സ്വീകരിക്കേണ്ട നിലപാട് ഇന്ത്യയിൽ നിലനിൽക്കുന്ന സാഹചര്യത്തെ ആ പീഡനങ്ങൾ ഇല്ലാതെയാക്കുവാൻ വേണ്ടി ഉള്ള മാർഗങ്ങൾ ഈ സാഹചര്യത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുണ്ടാക്കുക എന്നുള്ളതാണ്. അതാണ് ഒരു മുസ്ലിമിൻ്റെ ബാധ്യത. അടിസ്ഥാനപരമായി ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ അടിസ്ഥാനപരമായി മുസ്ലിങ്ങൾ അവർ ഇന്ത്യ രാജ്യത്തിലെ പൗരന്മാരാണ്. ഇവിടെ പൗരന്മാർ എന്നുള്ള നിലക്കുള്ള അവകാശങ്ങൾ അനുഭവിക്കേണ്ടവരാണ്. ഏത് ജനാധിപത്യ രാഷ്ട്രത്തിലും ന്യൂനപക്ഷങ്ങൾ അനുഭവിക്കുന്ന കുറേ പ്രയാസങ്ങളുണ്ട്. അതായത് ജനാധിപത്യ രാഷ്ട്രത്തിലും ഉണ്ടാകുന്നതാണ്. ആ രൂപത്തിലുള്ള പ്രയാസങ്ങൾ ഇന്ത്യ രാജ്യത്തുണ്ട് എന്നത് ശരിയാണ്. പക്ഷേ ഇന്ത്യൻ ഭരണഘടനയോ ഇന്ത്യൻ രാഷ്ട്രഘടനയോ ന്യൂനപക്ഷ അവകാശങ്ങൾക്ക് നേരെ പുറംതിരിഞ്ഞു നിൽക്കുന്ന രൂപത്തിലുള്ളതല്ല. ഒന്ന്. രണ്ടാമതായി, ഇന്ത്യ മഹാരാജ്യം ഇന്ത്യയിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അടിസ്ഥാനപരമായ ഒരു മുസ്ലിം സമരത്തിലൂടെ, യുദ്ധത്തിലൂടെ, ആയുധപ്രയോഗത്തിലൂടെ എല്ലാം നേടിയെടുക്കുന്നത് മുസ്ലിമായി ജീവിക്കുവാനും ഇസ്ലാമിക പ്രബോധനത്തിനുമുള്ള സ്വാതന്ത്ര്യമാണ്. ഇസ്ലാമിക പ്രബോധനത്തിന് സ്വാതന്ത്ര്യം നിഹനിക്കപ്പെടുന്ന പ്രദേശങ്ങളുമായിട്ടാണ് ഇസ്ലാമിക രാഷ്ട്ര സംവിധാനം യുദ്ധം ചെയ്യുന്നത് തന്നെ. ഇപ്പം ഇസ്ലാമിക പ്രബോധനത്തിന് തുറന്ന സ്വാതന്ത്ര്യമുള്ള പ്രദേശമാണ് ഇന്ത്യ രാജ്യം. ഇവിടെയുള്ള ഈ സുഹൃത്ത് പറഞ്ഞ രൂപത്തിലുള്ള ഭീകരവാദ തീവ്രവാദ പ്രവർത്തനങ്ങൾ നൽകപ്പെട്ടു പോരുന്ന സ്വാതന്ത്ര്യത്തെ ഇല്ലാതെയാക്കുവാൻ മാത്രമേ നിമിത്തമാകൂ എന്ന അനുഭവങ്ങൾ നമുക്ക് നൽകുന്ന പാഠമാണ്. അതുകൊണ്ട് തന്നെ ഈ രൂപത്തിലുള്ള ഭീകരവാദ പ്രവർത്തനങ്ങൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങൾക്ക് അവകാശങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടി ജനാധിപത്യമാകുന്ന ഇന്ത്യ രാജ്യത്തിൻ്റെ നിലനിൽപ്പിൻ്റെ ആധാരശിലയായ ജനാധിപത്യത്തെ, മതനിരപേക്ഷതയെല്ലാം ഉപയോഗപ്പെടുത്തി ഭരണഘടനാപരമായി ആ ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുവാൻ വേണ്ടി പരിശ്രമിക്കുകയാണ് ചെയ്യേണ്ടത്. അതല്ലാതെയുള്ള മാർഗങ്ങൾ, ഭരണഘടനാ വിരുദ്ധമായ മാർഗങ്ങൾ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും സ്വീകരിക്കാൻ സാധ്യമല്ലാത്തതാണ്. എന്തുകൊണ്ടെന്നാൽ ഒരു രാജ്യത്തിൻ്റെ പൗരനായി നിൽക്കുമ്പോൾ ആ രാജ്യത്തോട് നമ്മൾക്കുള്ളൊരു കരാറുണ്ട്. ആ കരാർ, ഇന്ത്യ രാജ്യത്തോട് നമ്മൾ ചെയ്യുന്ന കരാർ ഈ രാജ്യത്തിനെതിരെ കലാപ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയില്ല എന്നുള്ളതാണ്. ഈ രാജ്യത്തിനെതിരെ കലാപങ്ങളിൽ ഏർപ്പെടില്ല, രാജ്യത്തെ നിയമങ്ങൾ അനുസരിക്കുവാൻ ബാധ്യസ്ഥരാണ് എന്നുള്ള കരാറിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിവിടെ നിലനിൽക്കുന്നത്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം കരാർ പാലനം അവൻ്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ്. ഒരവസ്ഥയിലും ഏകപക്ഷീയമായി കരാർ ലംഘിക്കുവാൻ മുസ്ലിമിന് അവകാശമില്ല. ഈ രാജ്യത്ത് ജീവിക്കുന്നവർ എന്നുള്ള നിലക്ക്, ഈ രാജ്യത്ത് അവകാശങ്ങൾ അനുഭവിക്കുന്നവർ എന്നുള്ള നിലക്ക്, ഈ രാജ്യത്തെ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തുന്നവർ എന്നുള്ള നിലക്ക്, ഈ രാജ്യത്തിൻ്റെ പൗരന്മാർ എന്നുള്ള നിലക്ക് ഈ രാഷ്ട്രത്തെ സ്നേഹിക്കേണ്ടവരാണ് മുസ്ലിങ്ങൾ. അതോടൊപ്പം തന്നെ ഈ രാഷ്ട്ര സംവിധാനങ്ങൾക്കെതിരെ കലാപങ്ങൾ അഴിച്ചുവിടാതെ ഈ രാജ്യത്തെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, ഈ രാഷ്ട്ര പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി യജ്ഞിക്കേണ്ടവരാണ് മുസ്ലിങ്ങൾ. അതോടൊപ്പം തന്നെ മുസ്ലിങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടി വിഹിതമായ മാർഗങ്ങളിലൂടെ പരിശ്രമിക്കുകയും വേണം. രണ്ട് രൂപത്തിൽ തീവ്രവാദ പ്രവർത്തനം ഇസ്ലാമിക വിരുദ്ധമാണ്. ഒന്നാമത് ഞാൻ പറഞ്ഞു, ആശയ തലത്തിൽ
ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഈ രംഗത്ത് ഈ രാഷ്ട്ര സംവിധാനത്തെ ഉപയോഗപ്പെടുത്തുവാനാണ്. രണ്ടാമതായി, തീവ്രവാദ പ്രവർത്തനങ്ങൾ യഥാർത്ഥത്തിൽ ആത്മഹത്യാപരമാണ്. ഇന്ത്യയിലെ ന്യൂനപക്ഷമായ മുസ്ലിങ്ങൾ സായുധവൽക്കരിക്കപ്പെടുകയാണെങ്കിൽ സ്വാഭാവികമായി തന്നെ ബഹുഭൂരിപക്ഷം സായുധവൽക്കരിക്കപ്പെടുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. കേവലമായ ഭൗതികമായി നോക്കിയാൽ പോലും ആത്മഹത്യാപരമായ ഒരു പ്രവണതയാണത് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഭൗതികമായി നോക്കിയാൽ അത് ആത്മഹത്യാപരമാണ്. അതോടൊപ്പം തന്നെ മതപരമായ പ്രമാണങ്ങളുടെ യാതൊരു പിൻബലവും ഈ രൂപത്തിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾക്കില്ല. അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങൾ ഇസ്ലാമികമായി പരിശുദ്ധ ഖുർആന്റെയും തിരുസുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ജീവിക്കുന്ന മുസ്ലിങ്ങൾ മാതൃരാജ്യത്തെ സ്നേഹിക്കുകയും അതോടൊപ്പം തന്നെ ഈ രാജ്യത്തിൻ്റെ രാഷ്ട്ര പുനർനിർമ്മാണ പ്രക്രിയകളിൽ ജീവസുറ്റ പങ്കുവഹിക്കുകയും ചെയ്യേണ്ടവരാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് അബ്ദുസ്സലാം. ഒരു ഹൈന്ദവ സഹോദരന് വേണ്ടിയുള്ള ചോദ്യമാണ്. അദ്ദേഹം എന്നോട് ചോദിക്കാൻ ഏൽപ്പിച്ചതുകൊണ്ട് ഞാൻ ചോദിക്കുന്നു. ആദ്യമായി പറഞ്ഞത് ഹിന്ദുക്കൾ ഒരു ബിംബത്തെ മുമ്പിൽ നിർത്തിക്കൊണ്ട് അതിനോട് പ്രാർത്ഥിക്കുന്നു. രണ്ടാമത് ക്രിസ്ത്യാനി ഒരു യേശുവിൻ്റെ ബിംബത്തെ മുമ്പിൽ നിർത്തിക്കൊണ്ട് അവൻ പ്രാർത്ഥിക്കുന്നു. നേരെ മറിച്ച് മുസ്ലിങ്ങൾ ഒന്നുമില്ലാതെ ശൂന്യമായൊരു സ്ഥലത്ത് നിന്ന് ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. വേറൊന്ന്, ഹിന്ദുക്കളുടെ ഭഗവാനായ കൃഷ്ണനെ മുസ്ലിങ്ങളിൽപ്പെട്ട ഒരു വിഭാഗം ശ്രീകൃഷ്ണൻ അലൈഹിസ്സലാം എന്ന് വിളിച്ച് പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ പുസ്തകങ്ങളും അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട് എന്നാണ് പറഞ്ഞത്. ചോദ്യം ഒന്നിൽ ചുരുക്കേണ്ടതാണ്. അപ്പോൾ ഈ സംവാദത്തിന് എന്താണ് അർത്ഥമുള്ളത് എന്നാണ് അദ്ദേഹം എന്നോട് ചോദിച്ചത്. ചോദ്യം മനസ്സിലായി? ചോദ്യം ഒന്നുകൂടെ ആവർത്തിക്കണം. ഹിന്ദുക്കള് ബിംബങ്ങളെ വെച്ച് അതിനെ നേരിട്ട് ആരാധിക്കുന്നു. ക്രിസ്ത്യാനി അതുപോലെ പ്രതിമയെ വെച്ച് നേരിട്ട് ആരാധിക്കുന്നു. മുസ്ലിം ഒരു കാര്യം കൂടി ഒന്നും പറഞ്ഞു പോയി, മറന്നിട്ടുണ്ട് ഒരു കാര്യം, അതും കൂടി പറഞ്ഞാൽ വ്യക്തമാവും. മുസ്ലിംകള് കുറച്ച് പേര് പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുന്നു. അതിനേക്കാളും കൂടുതൽ ആൾക്കാർ ജാറത്തിൽ പോയി ഹിന്ദുക്കൾ പ്രാർത്ഥിക്കും പോലെ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഈ സംവാദം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് അദ്ദേഹം എന്നോട് ചോദിച്ചത്. ഈ ജാറത്തിൽ പോയി ചോദിക്കുന്ന കാര്യം ഞാൻ വിട്ടുപോയി, ആദ്യം ചോദിക്കാം. ഹിന്ദുക്കൾ വിഗ്രഹത്തോട് ആരാധിക്കുന്നു, ക്രിസ്ത്യാനികൾ വിഗ്രഹത്തോട് ആരാധിക്കുന്നു, മുസ്ലിങ്ങൾ ജാറത്തിൽ പോയി ആരാധനകൾ അർപ്പിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പിന്നെ എന്താണ് ഈ സംവാദത്തിന് അർത്ഥം എന്നാണ് ചോദ്യം. അതിൻ്റെ ഇടയ്ക്ക് ഹസ്രത്ത് ശ്രീകൃഷ്ണൻ അലൈഹിസ്സലാം എങ്ങനെയാണ് കയറി വന്നതെന്ന് എനിക്കറിയില്ല. ഏതായിരുന്നാലും ചോദ്യം ഒരു ഹൈന്ദവ സുഹൃത്തിൻ്റെതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ എല്ലാ മനുഷ്യരോടുമായി നമുക്ക് പറയാനുള്ളത് സട്ടാവും സംരക്ഷകനുമായ തമ്പുരാനെ മാത്രം ആരാധിക്കുക എന്നതാണ്. നമ്മളെ പടച്ച, നമ്മളെ പരിപാലിക്കുന്ന, നമ്മുടെ മനസ്സറിയാവുന്ന, നമ്മുടെ ഹൃദയത്തിനകത്തുള്ള കാര്യങ്ങളെ പൂർണ്ണമായി അറിയാവുന്ന പരമകാരുണികനായ കരുണാനിധിയായ, നമ്മേക്കാൾ അധികം നമുക്കെന്താണ് നന്മയായി ഭവിക്കുക എന്ന് കൃത്യമായി അറിയാവുന്ന സർവശക്തനായ തമ്പുരാൻ, നമ്മുടെ ഹൃദയം തുറന്നു വെക്കേണ്ടത്, നമ്മുടെ പ്രാർത്ഥനകൾ ഉയരേണ്ടത്, നമ്മുടെ ആരാധനകൾ അർപ്പിക്കപ്പെടേണ്ടത് ആ സർവേശ്വരനായ തമ്പുരാനോട് മാത്രമാണ് എന്നുള്ളതാണ് ഇസ്ലാമികമായ തത്വം. ഇസ്ലാമികമായ തത്വം എന്ന് പറയുമ്പോൾ അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന തത്വമല്ല, മറിച്ച് എല്ലാ പ്രവാചകന്മാരും ഒരേപോലെ പഠിപ്പിച്ച അടിസ്ഥാന തത്വമാണ്. അതുകൊണ്ടാണ് ഭാരതത്തിലേക്ക് കടന്നു വന്ന പ്രവാചകന്മാർ പഠിപ്പിച്ചത് സട്ടാവായ തമ്പുരാന്റെ ഏകത്വത്തെക്കുറിച്ചാണ്, അവന്റെ മാത്രം ആരാധിക്കണമെന്ന വസ്തുതയാണ്. ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. സട്ടാവായ തമ്പുരാനെ പരിചയപ്പെടുത്തിയപ്പോ ഭാരതീയ ഗ്രന്ഥങ്ങൾ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞത് അവന് തമീശ്വരാണം പരമം മഹേശ്വര താം ദേവതാനാം പരമം ച ദൈവതം പതിം പദീനാം പരമം പരസ്താത് വിധാമദേവം ഭുവനീശമീഠ്യമെന്നാണ് ശ്വേതശതരോപനിഷത്തിൽ 6-ാമത്തെ അധ്യായത്തിൽ 7-ാമത്തെ വചനം. സകല ഐശ്വര്യ നൽകപ്പെട്ടവരുടെയും ഐശ്വര്യങ്ങളുടെ ദാതാവായ
സകല ദേവകളുടെയും ദേവനായ, സകല പതികളുടെയും പതിയായ, പരമനായ പതിയായ ഏകനായ തമ്പുരാൻ, അവനെ അന്തം തമഹ പ്രവിശന്ധിയേ സംഭൂതി മുപാസതേ, അവനെ മാത്രമാണ് ആരാധിക്കേണ്ടത്, അവനല്ലാത്തവരെ ആരാധിച്ചുകൂടാ, അവനല്ലാത്തവരോട് ഉപാസിച്ചുകൂടാ, അവനെ മാത്രമാണ് വിളിച്ചു പ്രാർത്ഥിക്കേണ്ടത് എന്ന തത്വം. ഇത് ഭാരതത്തിലേക്ക് കടന്നു വന്ന മഹാന്മാരായ പ്രവാചകന്മാർ പഠിപ്പിച്ച തത്വമാണ്. പക്ഷേ ഭാരതീയരായ ആളുകൾ ആ പ്രവാചകന്മാരെ തന്നെ ആരാധിക്കുന്ന അവസ്ഥയിലെത്തി പിൽക്കാലഘട്ടത്തിൽ. ഇതേപോലെ തന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, ബൈബിളും ഖുർആനും ഒരേപോലെ പഠിപ്പിക്കുന്ന മഹാപുരുഷൻ, പ്രവാചകൻ, വിഗ്രഹാരാധനക്കെതിരെ ശക്തമായി നിലകൊണ്ട വ്യക്തി. ആ വിഗ്രഹാരാധനക്കെതിരെ ശക്തമായി നിലകൊള്ളുകയും ആളുകളെ അതിനെതിരെ ബോധവൽക്കരിക്കുകയും ചെയ്തുകൊണ്ട് ജീവിതം കടന്നുപോയ ഇബ്രാഹിം നബി, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന് ഇബ്രാഹിം നബിയുടെ മതത്തിലേക്ക് ജനങ്ങളെ തിരിച്ചു വിളിച്ചപ്പോ അദ്ദേഹത്തിന് ആദ്യമായി നശിപ്പിക്കുവാനുണ്ടായത് ഇബ്രാഹിം നബിയുടെ വിഗ്രഹത്തെയാണ്. വിഗ്രഹാരാധനക്കെതിരെ ശബ്ദിച്ച വ്യക്തിയുടെ വിഗ്രഹം തന്നെ ഒന്നാമത്. ഇത് ചരിത്രത്തിന്റെ ഒരു വൈപരീത്യമാണ്. യേശുക്രിസ്തു ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം പഠിപ്പിച്ചതായി ബൈബിൾ പറയുന്ന കാര്യം ഞാൻ പറഞ്ഞു. സട്ടാവായ തമ്പുരാനല്ലാതെ ആരാധ്യനില്ല. നീ നിന്റെ ദൈവമായ കർത്താവിനെ മാത്രം നമസ്കരിച്ചവനെ മാത്രം ആരാധിക്കുക. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിലെ 10-ാമത്തെ വചനം. യേശു വളരെ വ്യക്തമായി പഠിപ്പിക്കുകയാണ്, എന്നോട് കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവൻ ഏവനുമല്ല, അവന്റെ രാജ്യമായ സ്വർഗരാജ്യത്തിൽ കടക്കണമെങ്കിൽ അവന്റെ ഇഷ്ടം ചെയ്യണം. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ 21-ാമത്തെ വചനം. അപ്പോൾ യഥാർത്ഥത്തിൽ ആരാധിക്കേണ്ടത് പടച്ച തമ്പുരാനെ മാത്രമാണെന്ന് ക്രിസ്തു പഠിപ്പിച്ചു. പക്ഷേ പിൽക്കാലഘട്ടത്തിൽ ആ ക്രിസ്തുവിന്റെ ആളുകൾ എന്ന് പറയുന്നവർ ക്രിസ്തുവിനെ തന്നെ ആരാധ്യ പുരുഷനാക്കി, ക്രിസ്തുവിനെ ദൈവപുത്രനാക്കി, ക്രിസ്തുവിനെ ദൈവമാക്കി, ത്രിയേക ദൈവങ്ങളിൽ ഒരാളാക്കി അവനെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് ചരിത്രത്തിന്റെ ഒരു വൈപരീത്യമാണ്. ഇസ്ലാം വളരെ കൃത്യമായി പഠിപ്പിച്ച സൃഷ്ടാവായ തമ്പുരാൻ മാത്രമാണ് ആരാധ്യൻ. അവനെ മാത്രമാണ് വിളിച്ചു പ്രാർത്ഥിക്കേണ്ടത്. അവന്റെ മുന്നിലാണ് ഹൃദയം തുറന്നു വെക്കേണ്ടത്. അവനിൽ നിന്നാണ് കാര്യങ്ങൾ കാക്ഷിക്കേണ്ടത്. സട്ടാവായ തമ്പുരാനോട് മാത്രമാണ് ആരാധിക്കേണ്ടത് എന്ന് പഠിപ്പിച്ച ഇസ്ലാം മുമ്പുള്ള പ്രവാചകന്മാരുടെ സമുദായങ്ങൾക്ക് സംഭവിച്ച പാകപ്പിഴവുകളെ കുറിച്ച് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ദിവസേന 17 തവണ ഒരു മുസ്ലിമിനോട് നിർബന്ധമായും പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പടച്ച തമ്പുരാന്റെ മുന്നിൽ കൈകെട്ടി നിന്നുകൊണ്ട് പ്രതിജ്ഞയെടുക്കാൻ പറഞ്ഞു. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രമാണ് ഞങ്ങൾ ആരാധിക്കുന്നത്, നിന്നോട് മാത്രമാണ് ഞങ്ങൾ സഹായം തേടുന്നത്. സട്ടാവായ തമ്പുരാനെ മാത്രമാണ് ആരാധിക്കുന്നത്, സഹായം തേടുന്നത് എന്ന് ആവർത്തിച്ച് ഒരു ദിവസം ഏറ്റവും മിനിമം, ഏറ്റവും ചുരുങ്ങിയത് 17 തവണയെങ്കിലും ഒരു മുസ്ലിം പ്രതിജ്ഞ എടുക്കണമെന്ന് പഠിപ്പിച്ചു. ബഹുദൈവ ആരാധന മനുഷ്യരുടെ ജീവിതത്തിൽ കടന്നു വരുവാൻ എപ്പോഴും സാധ്യതയുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. എന്റെ സമുദായത്തിലേക്ക്, നിങ്ങളിലേക്ക് ശിർക്ക് കടന്നു വരുന്നതിനെ ഞാൻ ഭയപ്പെടുന്നു റസൂലുള്ളാഹി പഠിപ്പിച്ചതാണ്. പാതിരാത്രിയിൽ ഒരു കറുത്ത ഉറുമ്പരിച്ചു കയറുന്നത് പോലെ നിങ്ങളിലേക്ക് നിങ്ങളറിയാതെ ശിർക്ക് കടന്നു വരും. റസൂലുള്ളാഹി പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് തന്നെ ആ ശിർക്കിൽ നിന്ന് രക്ഷപ്പെടുവാൻ, അങ്ങനെ കടന്നു വരുന്ന ബഹുദൈവാരാധനയിൽ നിന്ന് രക്ഷപ്പെടുവാൻ ആവർത്തിച്ച് നിങ്ങൾ ഈ പ്രതിജ്ഞ പുതുക്കിക്കൊണ്ടിരിക്കണം എന്ന് ഇസ്ലാം പഠിപ്പിച്ചു. എന്നാൽ ഈ ആദർശത്തിന് എതിരായി ആരുടെയെങ്കിലും ജീവിതത്തിലുണ്ടെങ്കിൽ ഹൈന്ദവ സുഹൃത്തിനോടാണ് ഞാൻ പറയുന്നത്, അതും ഇസ്ലാമിക വിരുദ്ധം എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ പ്രവാചകന്മാർ മുഴുവനും പഠിപ്പിച്ച അടിസ്ഥാന ഇസ്ലാമിക ആദർശത്തിലേക്കാണ് നമ്മൾ ക്ഷണിക്കുന്നത്. അത് സട്ടാവായ തമ്പുരാൻ മാത്രമാണ് ആരാധ്യൻ എന്നുള്ള തത്വത്തിലേക്കാണ്. സട്ടാവായ തമ്പുരാൻ മാത്രമാണ് ആരാധ്യൻ. ആ ആരാധ്യൻ സട്ടാവായ തമ്പുരാൻ മാത്രമാണെന്ന് പറയുമ്പോൾ ശ്രീകൃഷ്ണൻ ആരാധ്യനല്ല എന്ന് പറയുന്നത് പോലെ, യേശുക്രിസ്തു ആരാധ്യനല്ല എന്ന് പറയുന്നത് പോലെ, മുഹമ്മദ് നബി ആരാധ്യനല്ല എന്നുള്ള വസ്തുത നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് പറയുന്നത്. ഒരാൾ യേശുവിനെ ആദരിക്കുമ്പോൾ മുസ്ലിമാണ്, എന്നാൽ യേശുവിനെ ആരാധിക്കുവാൻ ആരംഭിക്കുമ്പോൾ അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നു. ശ്രീരാമനെ ആദരിക്കുമ്പോൾ ഒരാൾ മുസ്ലിമാണ്, ശ്രീരാമനെ ആരാധിക്കുവാൻ ആരംഭിക്കുമ്പോൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നു. മുഹമ്മദ് നബിയെ ആദരിക്കുമ്പോൾ, അദ്ദേഹത്തെ പിൻപറ്റുമ്പോൾ, അദ്ദേഹത്തിന്റെ ജീവിതത്തെ അനുധാവനം ചെയ്യുമ്പോൾ മുസ്ലിമാണ്. എന്നാൽ മുഹമ്മദ് നബിയെ എപ്പോൾ ആരാധിക്കുവാൻ ആരംഭിക്കുന്നുവോ അപ്പോൾ ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് പുറത്തു പോകുന്നു. അവിടെ ആരെ ചെയ്യുന്നു എന്നതല്ല, മറിച്ച് ആരെ ചെയ്യുന്നു എന്നതാണ് പ്രശ്നം. സട്ടാവായ തമ്പുരാൻ മാത്രമാണ് ആരാധ്യൻ എന്നുള്ളതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. മുസ്ലിം
സട്ടാബായ തമ്പുരാനല്ലാത്തവരെ ആരാധിച്ചാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നു. മുസ്ലിം പേരുള്ള വ്യക്തിയാണ് ചെയ്യുന്നതെങ്കിൽ ഇസ്ലാമിക ആദർശത്തിൽ നിന്ന് അയാൾ പുറത്തു പോകുന്നു. അത് സൃഷ്ടിയാണെങ്കിൽ അതാര് തന്നെയാണെങ്കിലും സൃഷ്ടികളോടുള്ള പ്രാർത്ഥന, സൃഷ്ടികളോടുള്ള ആരാധനയാണ് ഇസ്ലാം എതിർക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സംവാദം പ്രസക്തമാണ്. എന്തുകൊണ്ടെന്നാൽ സട്ടാവായ തമ്പുരാനിലേക്ക് തിരിച്ചു ക്ഷണിക്കുവാൻ എല്ലാവരെയും, ആ സട്ടാവായ തമ്പുരാന്റെ വിധിവിലക്കുകൾ പ്രകാരം ജീവിക്കുവാൻ ഉള്ള ആദർശത്തിലേക്കാണ് നാം തിരിച്ചു വിളിക്കുന്നത്, പരിശുദ്ധ ഖുർആന്റെ ആദർശത്തിലേക്ക്. അതല്ല, അതൊരു സമുദായത്തിന്റെ ജീവിത വർധനങ്ങളിലേക്കല്ല. ഇവിടെ സുഹൃത്ത് പറഞ്ഞതുപോലെ അസ്രത്ത് ശ്രീകൃഷ്ണൻ അലൈഹിസ്സലാം എന്ന് വാദിച്ചുകൊണ്ട് ആളുകളുണ്ട്. അത് അവരെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയില്ല അതിനെ പിന്നിലുള്ള തലം എന്താണ് എന്ന്. ഇന്ത്യയിലേക്ക് പ്രവാചകന്മാർ കടന്നു വന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. വൈൻ മിൻ ഉമ്മത്തിനില്ല ഖലാഫിഹ നദീർ. പരിശുദ്ധ ഖുർആനിലെ 35-ാമത്തെ അധ്യായം സൂറത്തുൽ ഫാത്തിറിലെ 24-ാമത്തെ വചനത്തിലൂടെ ഖുർആൻ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്ന കാര്യമാണ്. ഒരൊറ്റ സമുദായവും കഴിഞ്ഞു പോയിട്ടില്ല ഒരു പ്രവാചകന്റെ, ഒരു ദൈവദൂതന്റെ നിയോഗം ഉണ്ടായിട്ടല്ലാതെ. അപ്പോൾ പ്രവാചകന്മാർ എല്ലാ സമുദായത്തിലേക്കും ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സഹസ്രാബ്ദങ്ങളുടെ സാംസ്കാരിക പാരമ്പര്യമുള്ള പ്രദേശമാണ് ഇന്ത്യ. അതുകൊണ്ട് തന്നെ ഇന്ത്യ രാജ്യത്തിലേക്കും പ്രവാചകന്മാരുടെ നിയോഗം ഉണ്ടായിട്ടുണ്ട്, സംശയമില്ല. പക്ഷേ ആ പ്രവാചകന്മാർ ആരൊക്കെയാണ് നമുക്കറിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഹീന്റെ അടിസ്ഥാനത്തിൽ പഠിപ്പിച്ചു തന്ന ആളുകളെ കുറിച്ച് മാത്രമേ നമുക്ക് പ്രവാചകന്മാരാണ് എന്ന് ഉറപ്പ് പറയാൻ കഴിയൂ. അതല്ലാത്തവരെ കുറിച്ച് നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രവാചകന്മാരാണ് എന്ന് ഉറപ്പ് പറയാൻ കഴിയില്ല. അതേസമയം പ്രവാചകന്മാരല്ല എന്ന് പറയാൻ കഴിയുമോ? അങ്ങനെയും സാധ്യമല്ല. ശ്രീകൃഷ്ണനായിരുന്നാലും ശ്രീരാമനായിരുന്നാലും ഇനി അല്ല ഭാരതീയ പുരാണങ്ങളിൽ കാണുന്ന മറ്റേത് വ്യക്തിയാണെങ്കിലും അവർ പ്രവാചകന്മാരാണ് എന്ന് പറയാൻ സാധ്യമല്ലാത്തതുപോലെ തന്നെ പ്രവാചകന്മാരല്ല എന്ന് പറയാനും സാധ്യമല്ല. അവർ പ്രവാചകന്മാരാണ് എന്ന് പറയുമ്പോൾ അതിന് കൃത്യമായ ദിവ്യ വെളിപാടിന്റെ അടിത്തറയുണ്ടാകണം. നമ്മെ സംബന്ധിച്ചിടത്തോളം മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ പഠിപ്പിക്കാത്തത് കൊണ്ട് തന്നെ അങ്ങനെ പറയാൻ നിർവാഹമില്ല. അതേസമയം ഈ ശ്രീകൃഷ്ണൻ അലൈഹിസ്സലാം എന്ന് പറഞ്ഞ ആളുകൾ ശ്രീകൃഷ്ണൻ പഠിപ്പിച്ച ഗീത, ആ ശ്രീകൃഷ്ണൻ പഠിപ്പിച്ച ഗീത അത് ദിവ്യഗ്രന്ഥമാണ് എന്നുള്ള രൂപത്തിലുള്ള പരാമർശങ്ങളിൽ ഏർപ്പെടാറുണ്ട്. ആ പരാമർശങ്ങൾ കടന്നു വരുമ്പോൾ നമുക്കൊന്നുകൂടി അവഗാഢമായ വിഷയത്തെ സമീപിക്കേണ്ടി വരും. ഗീത പഠിപ്പിച്ച ശ്രീകൃഷ്ണൻ പ്രവാചകനാണോ എന്ന് ചോദിച്ചാൽ ഞാൻ സധൈര്യം ഉത്തരം പറയുക അല്ല എന്ന്. ഗീത മാനവവിരുദ്ധമായ, ദിവ്യവിരുദ്ധമായ, ദൈവിക ആദർശങ്ങൾക്ക് വിരുദ്ധമായ ഒരുപാട് ആദർശങ്ങൾ ഉൾക്കൊള്ളുന്ന ഗ്രന്ഥമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഗീതയെക്കുറിച്ച് പഠിക്കാതെ, ഗീതയുടെ പശ്ചാത്തലത്തെക്കുറിച്ച് പഠിക്കാതെ ഒരാൾക്ക് കേവലം ഗീതയിലെ ഏതാനും വചനങ്ങൾ മാത്രം മുന്നോട്ട് വെച്ചുകൊണ്ട് ഈ ഗീത പഠിപ്പിച്ച ശ്രീകൃഷ്ണൻ പ്രവാചകനാണെന്ന് ചിലപ്പോൾ വാദിക്കാൻ കഴിഞ്ഞേക്കും. പക്ഷേ ഗീതയുടെ സാമൂഹ്യ പശ്ചാത്തലവും ഗീത അവതരിപ്പിക്കപ്പെട്ട ആ കൃത്യമായ പശ്ചാത്തലങ്ങളും ഗീതയിൽ പറയുന്ന സന്ദേശങ്ങളും ഒഴുക്കി വെച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ ഗീത മുന്നോട്ട് വെക്കുന്ന ശ്രീകൃഷ്ണൻ പ്രവാചകനായിരിക്കുവാൻ ഒരു സാധ്യതയുമില്ല എന്ന് പറയാൻ കഴിയും. അതേസമയം ഗീതയിലെ വചനങ്ങൾ ശ്രീകൃഷ്ണന്റെ പേരിൽ ആരോപിക്കപ്പെട്ടതാകാം, ഗീതയിലെ വചനങ്ങൾ ശ്രീകൃഷ്ണൻ പറയാത്തതാകാം, ശ്രീകൃഷ്ണനെ പഠിപ്പിക്കാത്ത വചനങ്ങൾ പിന്നീട് ശ്രീകൃഷ്ണന്റെ പേരിൽ പറയപ്പെട്ടതാകാം. ഇതിനൊന്നുള്ള സാധ്യത നിഷേധിച്ചുകൊണ്ടല്ല ഞാൻ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ആരെങ്കിലും ഒരാൾ പ്രവാചകനല്ല എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുൻപുള്ള ഒരാളെ പ്രവാചകനല്ല എന്ന് പറയുവാൻ സാധ്യമല്ലാത്തതുപോലെ തന്നെ പ്രവാചകനാണെന്ന് പറയാനും നമുക്ക് ദിവ്യ വെളിപാടുകളുടെ വെളിച്ചത്തിലല്ലാതെ സാധ്യമല്ല. അതാണ് എനിക്ക് ആവശ്യകമായി സൂചിപ്പിക്കാനുള്ളത്. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് ഷാഹിദ്. നേരത്തെ താങ്കൾ അന്ത്യപ്രവാചകനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതേസമയം മുസ്ലിങ്ങൾ, അതായത് നമ്മൾ ഈസാ നബിയുടെ പുനരാഗമനത്തിൽ വിശ്വസിക്കുന്നു. അതേസമയം ക്രൈസ്തവ വിശ്വാസികൾ യേശു ക്രിസ്തു അവരുടെ രക്ഷകനായുള്ള വരവിനെയും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ രണ്ട് വിശ്വാസങ്ങളും ബന്ധപ്പെടുന്നില്ലേ എന്നാണ് എൻ്റെ സംശയം. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം രണ്ടാമത് വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നതും യേശു ക്രിസ്തുവിൻ്റെ പുനരാഗമനം ഉണ്ടാകണം എന്ന് ക്രൈസ്തവർ പറയുന്നതും തമ്മിൽ ബന്ധമില്ലേ എന്നാണ് ചോദ്യം. ഉണ്ട് എന്ന് തന്നെയാണ് ഉത്തരം. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ വ്യക്തിത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ക്രൈസ്തവരും മുസ്ലിങ്ങളും ഒരേപോലെ വിശ്വസിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലൊന്ന് യേശു ക്രിസ്തുവിൻ്റെ കന്യകാജനനമാണ്. ഒരു പുരുഷൻ്റെ സ്പർശമേകാത്ത സ്ത്രീയിൽ ജനിച്ച വ്യക്തിയാണ് ക്രിസ്തു യേശു എന്ന കാര്യത്തിൽ മുസ്ലിങ്ങളും
അല്ലെങ്കിൽ പരിശുദ്ധ ഖുർആനും ക്രൈസ്തവ വിശ്വാസവും ഒരേപോലെ യോജിക്കുന്നു. യേശു ക്രിസ്തു ഒരു മഹാ വ്യക്തിയായിരുന്നു എന്നുള്ള കാര്യത്തിലും രണ്ടു കൂട്ടരും യോജിക്കുന്നു. യേശു ക്രിസ്തു അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു എന്നും, യേശു മരിച്ചവരെ പുനരുജ്ജീവിപ്പിച്ചു എന്നും, യേശു കുരുടന്മാരെ സുഖപ്പെടുത്തിയെന്നും, യേശു ഒട്ടനവധി അത്ഭുതങ്ങൾ ചെയ്തു എന്നുള്ള കാര്യത്തിലും രണ്ടു കൂട്ടരും ഒരേപോലെ യോജിക്കുന്നു. അതേസമയം യോജിപ്പില്ലാത്ത കാര്യങ്ങൾ, യേശു ക്രിസ്തു ക്രൂശീകരിക്കപ്പെട്ടു എന്ന് ക്രൈസ്തവർ വിശ്വസിക്കുന്നു, എന്നാൽ മുസ്ലിങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നില്ല. യേശു ദൈവപുത്രനായിരുന്നു എന്നും യേശു ദൈവമായിരുന്നു എന്നും ക്രൈസ്തവർ വിശ്വസിക്കുന്നു, അങ്ങനെ മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നില്ല. യേശു ദൈവങ്ങളിൽ ഒരാളാണ് എന്ന്, അഥവാ ത്രിയേക ദൈവത്തിലെ ഒരാളത്വമാണ് എന്ന് ക്രൈസ്തവർ വിശ്വസിക്കുന്നു, മുസ്ലിങ്ങൾ അത് അംഗീകരിക്കുന്നില്ല. യേശു ക്രൂശീകരിക്കപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നത് ഞാൻ പറഞ്ഞു. അതേപോലെ തന്നെ കുരിശിൽ കിടന്നതിന് ശേഷം മൂന്നാമത്തെ ദിവസം ഉയർത്തെഴുന്നേറ്റു എന്ന് അവർ വിശ്വസിക്കുന്നു, മുസ്ലിങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നില്ല. എന്നാൽ യേശു ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടു എന്ന് ക്രൈസ്തവർ വിശ്വസിക്കുന്നു, അതേപോലെ തന്നെ മുസ്ലിങ്ങളും വിശ്വസിക്കുന്നു. യേശു രണ്ടാമത് വരും എന്ന് ക്രൈസ്തവർ വിശ്വസിക്കുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുകൊണ്ട് തന്നെ മുസ്ലിങ്ങളും അത് വിശ്വസിക്കുന്നു. അതേസമയം രണ്ടാമത്തെ വരവ് എന്തിന് എന്നുള്ള വിഷയത്തിൽ ക്രൈസ്തവരും മുസ്ലിങ്ങളും യോജിക്കുന്നില്ല. യേശുവിൻ്റെ രണ്ടാമത്തെ വരവ് ദൈവരാജ്യത്തിൻ്റെ സംസ്ഥാപനത്തിന് വേണ്ടിയാണ് എന്നും, അതേസമയം ക്രൈസ്തവരെ മുഴുവനും തന്നെ യോജിപ്പിച്ചുകൊണ്ട് ഒരു ദൈവരാജ്യത്തിൻ്റെ സംസ്ഥാപനമാണ് ക്രിസ്തു നിർവഹിക്കുക എന്നുമുള്ള ക്രൈസ്തവ വീക്ഷണത്തെ ഇസ്ലാം അനുകൂലിക്കുന്നില്ല. ഇസ്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങൾ പഠിപ്പിക്കുന്നത് യേശു ക്രിസ്തു വന്ന് ക്രൈസ്തവരും ജൂതന്മാരുമായുള്ള ആളുകൾക്ക് മുഴുവനും യേശുവിനെ കുറിച്ചുണ്ടായിരുന്ന തെറ്റിദ്ധാരണകളിൽ നിന്ന് മോചനം നൽകി അദ്ദേഹം ഇസ്ലാമിക ശരീഅത്തനുസരിച്ചുകൊണ്ട് ജീവിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്ത് അനുസരിച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിൽ പഠിപ്പിച്ചുകൊണ്ടുള്ള ഒരു വ്യക്തിയായി കടന്നു പോകുമെന്നാണ്. ഇവിടെ യോജിപ്പിൻ്റെയും വിയോജിപ്പിൻ്റെയും മേഖലകളുണ്ട്. ക്രിസ്തുവിൻ്റെ വ്യക്തിത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് പല യോജിക്കുന്നതുണ്ട്, വിയോജിക്കുന്നതുണ്ട്. അതുകൊണ്ട് എന്താണ് സുഹൃത്ത് ഉദ്ദേശിച്ചെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. യോജിക്കുന്നുണ്ട് ഈ കാര്യത്തിൽ എന്ന് സുഹൃത്ത് പറഞ്ഞ കാര്യം ശരിയാണ് എന്ന് അനുബന്ധമായി സൂചിപ്പിക്കുന്നു. മൂന്നാം സൂറ ആലിം. ഹലോ, പേര് പറയും. പേര് മൊയ്തീൻ, പഴയങ്ങാടി താമസിക്കുന്നു. മൂന്നാം സൂറ ആലിംബ്രാനിൽ അള്ളാഹു പ്രവാചകന്മാരോട് കരാർ വാങ്ങി, വൈദ് അഹദല്ലാഹു മീസാക്കൻ നബിയീന എന്ന് പറഞ്ഞുകൊണ്ട് ആയത്ത് ഞാൻ ഓതി സമയം ചോദ്യം ദീർഘിക്കാൻ വിചാരിച്ചിട്ടാണ്. അതിൽ നബിമാരോട് കരാർ വാങ്ങി. ആ കരാർ എന്താണ്? നിങ്ങൾക്ക് ഞാൻ കിതാബും വേദഗ്രന്ഥവും വന്ന് അതിനെ സാക്ഷ്യപ്പെടുത്തുന്ന ഒരു ദൈവദൂതന്മാർ വന്നാൽ നിങ്ങൾ അദ്ദേഹത്തെ വിശ്വസിക്കുകയും അദ്ദേഹത്തെ സഹായിക്കുകയും ചെയ്യണമെന്ന് കരാർ വാങ്ങിയിട്ടുണ്ട്. ആലിംബ്രാനിൽ 81 ആയത്തിൽ. അതേ കരാർ തന്നെ അഹ്സാബിൽ 7 ആയത്തിൽ നബി തിരുമേനിയോടും ഇതേ കരാർ വാങ്ങിയിട്ടുണ്ട്. ഈ പ്രവാചകന്മാരോട് വാങ്ങിയ കരാറ് 2 ആയത്തുകളിൽ മാത്രമാണ് പറയുന്നത്, മറ്റു പല കരാറുകളും വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതേ 2 കരാറും ഒന്നാണ്. ഈ കരാർ നബി തിരുമേനിയോട് വാങ്ങിയിട്ട് അഹ്സാബ് 7 ആയത്തിൽ പറയുന്നു. അത് മുജാഹിദീങ്ങൾ പ്രസിദ്ധീകരിച്ച അമാനിയുടെ തഫ്സീറിലും നബി തിരുമേനിയോടും ഈ കരാർ വാങ്ങിയിട്ടുണ്ട്. അതായത് നബിമാർ ഇനി വന്നാൽ വിശ്വസിക്കണമെന്ന്. പിന്നെ പ്രവാചകന്മാർ വരുന്നതാണെന്ന് ഒരുപാട് ആയത്തുകളിൽ ഖുർആൻ പറയുന്നുണ്ട്. ഈ അറാഫ് യാ ബനി ആദമിമായത്തിനൊക്കെ റുസുലുമിൻ കബിലിക്കും യക്സൂനാലേക്കും ആയാത്തി എന്ന് പറഞ്ഞ് ഈ ബനി ആദമെന്ന സംബോധനം അന്നത്തെ ആദമിന്റെ മക്കൾ മാത്രമല്ല എല്ലാ മനുഷ്യർക്കും മാത്രമാണ്. നിങ്ങൾക്ക് ഒരുപാട് ആയത്തുകളിൽ നബിമാർ വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഖാത്തമുൻ നബീൻ അങ്ങനെ ഖുർആൻ മറ്റായത്തുകൾക്ക് വിരുദ്ധമായ അർത്ഥം കൊടുക്കാൻ പാടില്ല. മുസ്ലിമീങ്ങളിൽ തന്നെ നബി വരും എന്ന് പറഞ്ഞ ആയത്ത് 179 ആയത്ത് ഖുർആൻ സൂറ ആലിംബ്രാനിലുണ്ട്. അപ്പോൾ ഖാത്തമിന് ഏറ്റവും ശ്രേഷ്ഠനാണ്. സീലി വെക്കൽ അവസാനത്തെ കാര്യമില്ല, സീലി വെക്കൽ അംഗീകരിക്കാൻ വേണ്ടിയുള്ള കാര്യമാണ്. സുഹൃത്തിൻ്റെ ചോദ്യമല്ല, അദ്ദേഹം ഖാത്തമുൻ നബിയിന് ധ്യാൻ കൊടുത്ത അർത്ഥത്തെ വിമർശിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. ഒപ്പം തന്നെ പരിശുദ്ധ ഖുർആനിലെ കരാറിൻ്റെ കാര്യവും ഒമാനി പോലെൻ്റെ ഖുർആൻ പരിഭാഷയും പറയുന്നുണ്ട്. ഇത് ഞാൻ ഇപ്പോൾ ഏതായിരുന്നാലും സുഹൃത്ത് ചോദ്യം ചോദിച്ചപ്പോൾ ഇവിടെ ഞാൻ കയറി വന്നപ്പോൾ എൻ്റെ ഈ സംഘാടകരിൽപ്പെട്ട ചില സുഹൃത്തുക്കൾ
ഒരു പത്രത്തിലൊരു അഡ്വർടൈസ്മെൻ്റ് എനിക്ക് കാണിച്ചു. ആ അഡ്വർടൈസ്മെൻറ്റ് ഇതാണ്: നിച്ച് ഓഫ് ട്രൂത്തിൻ്റെ ആളുകൾ മറുപടി പറയുന്നത്. അങ്ങനെ എന്തുവാണ്, എന്താണ് ഹെഡിങ് എന്ന് ഞാൻ ഓർക്കുന്നില്ല, ഒറ്റ നോട്ടം കണ്ടതല്ലേ. അപ്പോൾ ഞാനൊന്ന് ഇങ്ങനെ നോക്കിയപ്പോൾ ഈ കരാറെല്ലാം തന്നെയാണ് അതിലും വിഷയം. സത്യത്തിൽ പഴയങ്ങാടിക്ക് വരുമ്പോൾ തന്നെ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാകണം എന്ന് പ്രതീക്ഷ ഉണ്ടായിരുന്നു. അങ്ങനെ തന്നെ പറയണല്ലോ. എന്തുകൊണ്ടെന്നാൽ നിച്ച് ഓഫ് ട്രൂത്തിനെ സംബന്ധിച്ചിടത്തോളം നിച്ച് ഓഫ് ട്രൂത്ത് എന്ന ഈ സംഘം ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി രൂപീകരിക്കപ്പെട്ടൊരു കൂട്ടായ്മ മാത്രമാണ്. ഈ ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി ഒരു കൂട്ടായ്മ രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ച 1-ാം തീയതി മുതൽ ഈ പ്രവർത്തനത്തെ എങ്ങനെയെങ്കിലും പ്രശ്നമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി കേരളത്തിലെല്ലാ സ്ഥലത്തും പരിപാടികൾ നടക്കുമ്പോൾ അഹമ്മദിയ ജമാഅത്തിൻ്റെ ആളുകൾ രംഗത്ത് വരാറുണ്ട്. ഇത് ഞാൻ സുഹൃത്തിൻ്റെ ചോദ്യത്തിനായിട്ടല്ല ഞാൻ പറയുന്നത്, എൻ്റെ ഈ പത്രം അതിനോടനുബന്ധമായി വരുന്നത് കൊണ്ട് അത് പറയേണ്ടതുണ്ടെന്ന് തോന്നിയതുകൊണ്ടാണ്. ഈ ചോദ്യം അതിൽ നിന്ന് വരുന്നതാണുള്ളതുകൊണ്ട്. ഒന്നാമത്തെ പരിപാടി ഇതേപോലുള്ള ഓപ്പൺ പ്രോഗ്രാം എറണാകുളം ടൗൺ ഹാളിലാണ് സംഘടിപ്പിച്ചത്. അന്ന് മുതൽ തുടങ്ങുന്നതാണ്. അപ്പോൾ ഇതാദ്യം ഒന്ന് എന്താ സംഭവം എന്ന്, കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായി നമ്മൾ ലക്ഷ്യമാക്കുന്നത് അറിയാവുന്നതുപോലെ ഹിന്ദുക്കളും ക്രൈസ്തവരുമായ ഭൗതികവാദികളുമെല്ലാമായ ആളുകളാണ്. അഹമ്മദിയാക്കളെ സംബന്ധിച്ചിടത്തോളം അഹമ്മദിയാക്കളെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി തന്നെ മുസ്ലിങ്ങൾക്ക് ഒരു സംഘടനയുണ്ട് എന്നുള്ളത് കൊണ്ട് ആ വിഭാഗം നിച്ച് ഓഫ് ട്രൂത്തിൻ്റെ പ്രവർത്തന പരിധിയിൽ പെടുന്നതല്ല, നമ്മളങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല. ഹിന്ദുക്കളും ക്രൈസ്തവരും ഭൗതികവാദികളും കേരളത്തിലെ ഒരു പ്രബോധിത സമൂഹമായി പൊതുവായി നമ്മൾ വിചാരിച്ച, നിച്ച് ഓഫ് ട്രൂത്ത് വിചാരിച്ച അങ്ങനെയാണെന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ, അതല്ലാതെ മറ്റുള്ളവർ വേണ്ട എന്നല്ല. അപ്പോൾ ഞാൻ പറഞ്ഞ അത്രേ ഉള്ളൂ. അപ്പോൾ ഈ പ്രബോധന സംരംഭവുമായി പോകുമ്പോൾ പിന്നീട് എല്ലാ സ്ഥലത്തു നിന്നും നമ്മൾ ഈ വിഷയം അവതരിപ്പിച്ച് കാര്യങ്ങൾ പറഞ്ഞ ഉടനെ തന്നെ പലപ്പോഴും ഒരു 4-5 അഹമ്മദിയാക്കൾ അവിടെ നിന്ന് ഒരു ചോദ്യം, ഇവിടെ നിന്ന് വേറൊരു ചോദ്യം, മറ്റൊരു ചോദ്യം, ഇങ്ങനെ ഈ നമ്മൾ ക്ഷണിച്ചു വരുത്തിയ അമുസ്ലിം സുഹൃത്തുക്കൾക്ക് ഒന്നും ഇത് എന്താണിത് പറയുന്നതെന്ന് തിരിയാത്ത രൂപത്തിലുള്ള കുറേ ചോദ്യം. അവരാകെ ഇതെന്തൊരു പുതുമയാണ്, മുത്തവഫീക്ക, ആ മുത്തവഫീക്ക എന്ന് ഇവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇവരെന്ത് മുത്തവഫീക്ക, റാഫിയൂക്ക, ഇവർക്ക് ഈ പാവങ്ങൾക്ക് ഈസാ നബി വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ മരിച്ചിട്ടുണ്ടോ ഇല്ലേ, അങ്ങനത്തെ എല്ലാം വിഷയങ്ങൾ. ഞാൻ പറയുന്ന ആ വിഷയങ്ങളുടെ ചെറുപ്പമല്ല, തീർച്ചയായും ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യങ്ങളാണ്, പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്നതാണ് എന്ന്. അപ്പം ഇത് എന്താണ് ഇങ്ങനെ തുടർച്ചയായി വ്യാപകമായി നടക്കുന്നത് എന്ന് അന്വേഷിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു വസ്തുത, നിച്ച് ഓഫ് ട്രൂത്ത് എന്ന് പറഞ്ഞാൽ വളരെ ദുർബലമായ, വളരെ ചെറിയ ഒരു പ്രബോധക ദൗത്യം മാത്രമാണ്. ഈ പ്രബോധക ദൗത്യത്തെ എങ്ങനെയെങ്കിലും എന്തെങ്കിലും ചെയ്ത് ഈ പ്രബോധന പ്രവർത്തനങ്ങൾ നിർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി ഉള്ള ഈ പ്രവർത്തനം കണ്ടപ്പോൾ എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള പ്രചോദകം എന്ന് പരിശോധിച്ച് നോക്കിയപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു കാര്യം, എക്കാലഘട്ടത്തിലും അഹമ്മദിയ ജമാഅത്ത് ഇസ്ലാമിക പ്രബോധനത്തിനെതിരെ ഈ രൂപത്തിലുള്ള ദുഷ്ടപ്രവർത്തനങ്ങളുമായി രംഗത്ത് വന്നിരുന്നു എന്നുള്ള സത്യമാണ്. ഇത് ഞാൻ അടിവരയിട്ടുകൊണ്ട് പറയാൻ ഇവിടെ വെച്ച് പ്രത്യേകം ആഗ്രഹിക്കുകയാണ്. എന്തുകൊണ്ടെന്നാൽ ഇന്ത്യ മഹാരാജ്യത്ത് വളരെ ശക്തമായ ഇസ്ലാമിക പ്രബോധന ദൗത്യങ്ങൾ നിർവഹിക്കപ്പെട്ട സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്, വളരെ ശക്തമായ രീതിയിൽ. അതിൻ്റെതായ പശ്ചാത്തലവും ഉണ്ടായിരുന്നു. ഇപ്പൊ ബ്രിട്ടീഷുകാരുടെ ഭരണകാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാർ ഇവിടെ പ്രോത്സാഹിപ്പിച്ച നമുക്കറിയാവുന്ന ക്രൈസ്തവ മിഷനറിമാർ സജീവമായ പ്രവർത്തനങ്ങളിലായിരുന്നു. ബ്രിട്ടീഷുകാരുടെ എല്ലാവിധ പ്രോത്സാഹനങ്ങളോട് കൂടി അതോടൊപ്പം തന്നെ ബ്രിട്ടീഷുകാർ പ്രോത്സാഹിപ്പിച്ച ഇന്ത്യയിലെ ഉപരിവർഗത്തിന്റെ സംഘടനയായിരുന്നു ഈ ആര്യ സമാജത്തെ പോലുള്ള സംഘടനകൾ. ആര്യ സമാജത്തിന്റെ ലക്ഷ്യം ഹിന്ദുക്കളിൽ നിന്ന് മുസ്ലിങ്ങളായി മാറിയ ആളുകളെ തിരിച്ച് ഹിന്ദുവാക്കുക എന്നുള്ളതായിരുന്നു.
സ്വാമി ദയാനന്ദ സരസ്വതി ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും ശക്തനായ വേദ സംഹിതകളുടെ വക്താവും വേദങ്ങളുടെ വക്താവും അതോടൊപ്പം തന്നെ ഏറ്റവും വലിയ ബുദ്ധിജീവിയുള്ള ഒരാളുമാണ്. ഏറ്റവും വലിയ ബുദ്ധിജീവിയുള്ള ഒരാളാണ്. അദ്ദേഹത്തിന്റെ രചനകൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഈ ആര്യ സമാജം ആ സ്വാമി ദയാനന്ദ സരസ്വതിയുടെ ഒരു ഗ്രന്ഥം തന്നെ ഉണ്ട്, സത്യാർത്ഥ പ്രകാശ് എന്നാണ് പുസ്തകത്തിന്റെ പേര്. ഈ സത്യാർത്ഥ പ്രകാശത്തിലെ 14ാമത്തെ സമുല്ലാസം ഇസ്ലാമത ഖണ്ഡനമാണ്. ഇസ്ലാമിനെ പരിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ തന്നെ ശക്തമായൊരു ഖണ്ഡനം തന്നെയാണ് പുസ്തകം. ആ അധ്യായം സംശയമൊന്നുമില്ല. ഈ പുസ്തകം മൊത്തത്തിൽ തന്നെ ഒരു നല്ല വർക്കാണ്, ഒരു ഖണ്ഡനം എന്നുള്ളതൊക്കെ ഒരു നല്ല വർക്കാണ്. ഈ സ്വാമി ദയാനന്ദ സരസ്വതിയുടെ ഇസ്ലാമിനെതിരെയുള്ള പ്രവർത്തനം ഒരു വശത്ത്, മറ്റൊരു വശത്ത് ക്രൈസ്തവ മിഷനറിമാരുടെ ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുവാൻ വേണ്ടിയുള്ള പ്രവർത്തനം, അതും കൂടി ഒന്ന് അടിവരയിട്ടുകൊണ്ട് പറയണം. എന്താന്ന് വെച്ചാൽ അക്കാലഘട്ടത്തിലാണ് ഇസ്ലാമിനെതിരെയുള്ള ക്രിസ്ത്യൻ ക്ലാസിക്കുകൾ മുഴുവൻ രചിക്കപ്പെട്ടത്. 17-18 നൂറ്റാണ്ടുകളിലാണ്. ഇന്നും റവറന്റ് KK അലവിയെ പോലെയുള്ള കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുവാൻ വേണ്ടിയുള്ള മിഷനറിമാർ ഉപയോഗിക്കുന്ന ഫാണ്ടറുടെയും ക്ലയർ ടിസ്ഡാളിന്റെയും എല്ലാം പുസ്തകങ്ങൾ രചിക്കപ്പെട്ട കാലഘട്ടം, അവർ ജീവിച്ചിരുന്ന കാലം എന്നർത്ഥം. CG ഫാണ്ടറുടെ മീസാനുൽ ഹക്കിനെ പോലുള്ള പുസ്തകങ്ങൾ, ക്ലയർ ടിസ്ഡാളിന്റെ പുസ്തകങ്ങൾ. അപ്പൊ ഇങ്ങനെയെല്ലാമുള്ള ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ട സമയത്ത് മിഷനറിമാർ ശക്തമായി തന്നെ ഇസ്ലാമിക സമൂഹത്തിന്റെ ദുർബലാവസ്ഥയെ കൂടി മുതലെടുക്കുവാൻ മുസ്ലിങ്ങളെ ലക്ഷ്യമാക്കിക്കൊണ്ട് ശക്തമായ പ്രവർത്തനം ഇന്ത്യ രാജ്യത്ത് ചെയ്ത സമയം. അതോടൊപ്പം തന്നെ ഈ ആര്യ സമാജത്തിന്റെ വക്താക്കൾ ഇങ്ങനെ മൂന്നാമതായി ബ്രിട്ടീഷുകാരുടെ സൃഷ്ടിയായ, അങ്ങനെ മുസ്ലിങ്ങൾ ആരോപിക്കുന്ന, എങ്ങനെയെങ്കിലും മനസ്സിലാക്കുക, മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനി പ്രവാചകത്വം വാദിച്ചുകൊണ്ടൊരു ഭാഷത്വം. ഇത് ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് പറയാൻ വേണ്ടി അല്ലത് പറഞ്ഞു. ഈ സമയത്ത് ഇന്ത്യ രാജ്യത്ത് ജ്വലിച്ചു നിന്നിരുന്ന ഒരു പണ്ഡിതൻ ഉണ്ടായിരുന്നു, പലപ്പോഴും നമ്മൾ അറിയാൻ വിസമ്മതിക്കുന്ന പണ്ഡിതൻ, മഹാനായ സയ്യിദ് സനാഉല്ല അമൃതസരി റഹ്മത്തുള്ളാഹി അലൈഹി. സയ്യിദ് സനാഉല്ല അമൃതസരി 3 കൂട്ടർക്കുമെതിരെ ഒരേപോലെ ശബ്ദിച്ച വ്യക്തിത്വമായിരുന്നു. സയ്യിദ് സനാഉല്ല അമൃതസരിയെ നമുക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിന്റെ ചടുലമായ വ്യക്തിത്വത്തെയും അദ്ദേഹത്തിന്റെ ബുദ്ധിപരമായ നീക്കങ്ങളെയും എല്ലാം മനസ്സിലാക്കുന്നതിന് വേണ്ടി 1-2 സംഭവങ്ങൾ ഞാൻ പറയട്ടെ. അദ്ദേഹമാണ് ആകെ ഈ സത്യാർത്ഥ പ്രകാശത്തിന് ഒരു മറുപടി എഴുതിയ വ്യക്തി. ഹക്ക് പ്രകാശൻ എന്നാണ് പുസ്തകം തന്നെ ഉണ്ട്. ഹക്ക് പ്രകാശൻ എന്നാണ് പുസ്തകത്തിന്റെ പേര്. സയ്യിദ് സനാഉല്ല അമൃതസരിയുടെ ആ ശൈലി മനസ്സിലാക്കാൻ വേണ്ടി ഒരു സംഭവം ഞാൻ പറയാം. അദ്ദേഹം എങ്ങനെയുള്ള ആളായിരുന്നു മനസ്സിലാക്കാൻ വേണ്ടി മാത്രം. ഒരിക്കൽ സയ്യിദ് സനാഉല്ല അമൃതസരിയും ഒരു ക്രിസ്ത്യൻ പാതിരിയും തമ്മിൽ സംവാദമാണ്, നേർക്ക് നേരെയുള്ള വാദപ്രതിവാദം. ചോദ്യം ചോദിക്കാനുള്ള അവസരം ക്രിസ്ത്യൻ പാതിരിക്ക. ഒന്നാമത്തെ ചോദ്യം, പാതിരിയുടെ ചോദ്യം, മുഹമ്മദ് നബി ഇപ്പോൾ എവിടെയാണെന്നാണ്. അപ്പോൾ സംവാദങ്ങളിൽ പങ്കെടുക്കുന്ന ആളുകൾ കേവലം പ്രമാണങ്ങളിൽ മാത്രം വിവരം ഉണ്ടായാൽ പോരാ, മറിച്ച് ഇയാൾ ചോദ്യം ചോദിക്കുമ്പോൾ അയാൾ എന്തിനാ ചോദ്യം ചോദിച്ചു എന്നും കൂടിയുള്ള വിവരം ഉണ്ടാവണം. അപ്പോഴാണ് ഉത്തരം പറഞ്ഞാൽ ശരിയാവുള്ളൂ. സംവാദങ്ങൾക്ക് അങ്ങനെ പ്രത്യേകത, ലോജിക്ക് കൂടി കുറച്ച് തർക്കശാസ്ത്രം കൂടി അറിയണമെന്നർത്ഥം. പച്ചയായി പറഞ്ഞാൽ ചോദ്യത്തിന് ഉത്തരം സയ്യിദ് സനാഉല്ലാക്ക് അറിയാം എങ്ങോട്ട് പോകുന്നു എന്ന്. അതുകൊണ്ട് തന്നെ സയ്യിദ് സനാഉല്ല മറുപടി പറഞ്ഞു, അള്ളാഹുവിൻ്റെ അടുത്താണ്. ശരി, അപ്പോൾ അള്ളാഹുവിനെ മുഹമ്മദ് നബിയുമായി ആവശ്യമെങ്കിൽ ആശയവിനിമയം നടത്താൻ പറ്റുമോ? ചോദ്യമാണ്. അദ്ദേഹത്തിന്റെ മറുപടി, അതേ, ആശയവിനിമയം നടത്താൻ പറ്റും. അടുത്ത ചോദ്യം, എങ്കിൽ ഈ മുഹമ്മദ് നബിയുടെ പൗത്രന്മാരിൽ ഒരാൾ യൂഫ്രട്ടീസിന്റെ തീരത്ത് വെച്ച് വളരെ ക്രൂരമായി കൊല ചെയ്യപ്പെട്ടില്ലേ? ഇന്ന് മുഹറം 10 ആണല്ലോ, ഇന്നത്തെ ദിവസത്തെ സംഭവമാണ്. ക്രൂരമായി കൊല ചെയ്യപ്പെട്ടില്ലേ? അദ്ദേഹത്തിന്റെ മറുപടി, അതെ, അങ്ങനെ കൊല ചെയ്യപ്പെട്ടു. മുഹമ്മദ് നബി ഏറ്റവും അധികം സ്നേഹിച്ചിരുന്ന ആളുകളായിരുന്നില്ലേ അദ്ദേഹത്തിന്റെ പൗത്രന്മാർ? അതെ, മുഹമ്മദ് നബി ഏറ്റവും അധികം സ്നേഹിച്ചിരുന്ന ആളുകളുടെ ഒരാളായി. അത് ശരി. എന്നിട്ട് മുഹമ്മദ് നബി ഈ പൗത്രന്മാരിൽ ഒരാൾ ക്രൂരമായി യൂഫ്രട്ടീസിന്റെ തീരത്ത് വെച്ച് കൊല ചെയ്യപ്പെട്ടിട്ട് അവരെ രക്ഷിക്കാൻ വേണ്ടി മുഹമ്മദ് നബി ചോദിച്ചില്ലേ ദൈവത്തോട്? ഇതൊരു വല്ലാത്ത ഇരുതല മൂർച്ചയുള്ള ചോദ്യമാണ്. ഞാൻ പറഞ്ഞതുപോലെ ഫാണ്ടറിൽ നിന്നും ക്ലയർ ടിസ്ഡാളിൽ നിന്നും എല്ലാം ആശയം പഠിച്ചവർക്ക് മാത്രം ചോദിക്കാൻ പറ്റുന്നൊരു ചോദ്യമാണ്. ഈ രൂപത്തിലുള്ളൊരു ചോദ്യമാണ്. ഞാൻ ആ ചോദ്യത്തിന്റെ മറ്റ് സ്ഥലങ്ങളിലേക്ക് കടക്കുന്നില്ല. ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുത്താൻ വേണ്ടി മാത്രം ഈ സംഭവം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതെ, മുഹമ്മദ് നബി ചോദിച്ചു. ആ പറഞ്ഞത് തന്നെ ഒരു ചെറിയ സമയത്തിന് ശേഷമാണ്.
അതേ മുഹമ്മദ് നബി ചോദിച്ചു. എന്നിട്ട് ദൈവം എന്തു മറുപടി പറഞ്ഞു എന്നാണ് അടുത്ത ചോദ്യം. എന്ത് പറഞ്ഞാലും കുടുങ്ങുന്ന ചോദ്യമാണ് അടുത്തതും. സയ്യിദ് സനാഉല്ലാഹ് അമൃതസരി ഒരല്പനേരം നിശബ്ദനായി. സംവാദത്തിൽ ഒരാൾ നിശബ്ദനായാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് നിങ്ങൾക്ക് ആലോചിച്ചാൽ മതി. ജയാരവങ്ങളുടെ കരഘോഷങ്ങൾ ഇങ്ങനെ മുഴക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ സയ്യിദ് സനാഉല്ലാഹ് അമൃതസരി ഒരു അല്പ പരീക്ഷീണിതനായി ഒരു നെടുവീർപ്പോട് കൂടി പറഞ്ഞു, ദൈവം പൊട്ടിക്കരഞ്ഞു. ദൈവം പൊട്ടിക്കരയുകയോ? ഇയാൾ പാതിരിയുടെ ചോദ്യമാണ്. അതെ, ദൈവം പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എൻ്റെ സ്വന്തം മകൻ, എൻ്റെ ഏകജാതനായ പുത്രൻ ഏലി ഏലി ലമ്മാ ശബക്താനി എന്ന് വിളിച്ച് ഒട്ടിക്കരഞ്ഞുകൊണ്ട് കുരിശിൽ കിടന്ന് പെടഞ്ഞു പെടഞ്ഞു മരിച്ചിട്ട് അവനെ രക്ഷിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ട് എന്നിട്ടാണ് നിന്റെ പൗത്രനെ രക്ഷിക്കാൻ ഞാൻ വരണമെന്ന് പറഞ്ഞു. സംവാദം അതോടുകൂടി കഴിഞ്ഞു. സംവാദം അതോടുകൂടി കഴിഞ്ഞു. ഞാനിത് സയ്യിദ് സനാഉല്ലാഹ് അമൃതസരിയെ മനസ്സിലാക്കാൻ പറഞ്ഞതാണ്. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മീർസ സാഹിബ്, അദ്ദേഹം സയ്യിദ് സനാഉല്ലാഹ് അമൃതസരിക്കെതിരിൽ ഫത്വ നൽകിക്കൊണ്ടും അദ്ദേഹത്തിനെതിരിൽ ചീത്ത പറഞ്ഞുകൊണ്ടും അദ്ദേഹത്തിനെതിരിൽ മുബാഹല വെല്ലുവിളി നടത്തിക്കൊണ്ടുമായിരുന്നു രംഗത്ത് വന്നിരുന്നത് എന്നുള്ള സത്യമാണ്. സയ്യിദ് സനാഉല്ലാഹ് അമൃതസരിയുടെ ദഅവാ സംരംഭങ്ങളെ പരാജയപ്പെടുത്തുവാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അത് മുഴുവൻ ചെയ്യുക എന്നതായിരുന്നു അക്കാലഘട്ടത്തിലെ മീർസ സാഹിബിന്റെ വ്യത്യസ്തങ്ങളായ പരിപാടികളിൽ ഒരെണ്ണം എന്ന് നിങ്ങൾക്ക് പരിശോധിച്ചാൽ കാണാൻ കഴിയും. മാത്രമല്ല, അന്നത്തെ ഇവരുടെ മുബാഹല വെല്ലുവിളിക്ക് മറുപടി നൽകിയത് സയ്യിദ് സനാഉല്ലാഹ് അമൃതസരിയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇസ്ലാമിക ദഅവത്ത്, ഞാൻ ഇപ്പോൾ മനസ്സിലായല്ലോ ക്രൈസ്തവ മിഷണറിമാരുടെ രംഗത്ത് അദ്ദേഹം ഏത് രൂപത്തിലായിരിക്കും, ആരോടാണ് ഇദ്ദേഹം മറുപടി പറഞ്ഞിരുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഫാണ്ടറുടെ പുസ്തകം നാം വായിക്കണം. അപ്പോഴേ നമുക്ക് മനസ്സിലാകുള്ളൂ എത്ര ശക്തരായ പ്രതിയോഗികളാണ് എന്നുള്ളത്. ദയാനന്ദ സരസ്വതിയുടെ ഗ്രന്ഥം വായിക്കണം. അപ്പോഴേ മനസ്സിലാകൂ എത്ര ശക്തരായ പ്രതിയോഗികളായിരുന്നു സയ്യിദ് സനാഉല്ലാഹ് അമൃതസരിക്കുണ്ടായിരുന്നത് എന്ന്. ഇതേ രൂപത്തിൽ തന്നെ എക്കാലഘട്ടത്തിലും ദഅവാ സംരംഭങ്ങളെ തകർക്കുവാനും ആ ദഅവാ സംരംഭങ്ങളെ ഏതെങ്കിലും തരത്തിൽ വഴിതിരിച്ചു വിടുവാനുമുള്ള പരിശ്രമമാണ് അഹമ്മദിയാക്കളുടെ പക്ഷത്ത് നിന്നുണ്ടായത് എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം ആദ്യം ഇങ്ങനെ കേൾക്കുമ്പോൾ പ്രയാസം ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് അത് കേൾക്കുമ്പോൾ സന്തോഷം കൂടുതലായിട്ടുണ്ടാവാറാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നാം ശരിയാണ് എന്നതിനുള്ള ഒരു തെളിവ് കൂടിയാണോ ഇത് എന്ന് നമുക്ക് തോന്നിപ്പോകുന്നത് കൊണ്ട്. ഇനി ചോദ്യത്തിലേക്ക് വരാം. ചോദ്യത്തിൽ പറഞ്ഞത് ഖുർആനിലെ 3-ാമത്തെ അധ്യായം സൂറത്ത് ആൽ ഇംറാൻ 81-ാമത്തെ വചനം, അതിലൊരു കരാറിനെ കുറിച്ച് പറയുന്നുണ്ട്. അഥവാ ഇനി പ്രവാചകന്മാർ കടന്നു വരികയാണെങ്കിൽ, ആ പ്രവാചകന്മാർ കടന്നു വരികയാണെങ്കിൽ അവരെ പിന്തുണക്കും എന്നുള്ള കരാർ പ്രവാചകന്മാരിൽ നിന്ന് ശേഷം വരുന്ന പ്രവാചകന്മാരെ പിന്തുണക്കും എന്നുള്ള കാര്യത്തിലുള്ള കരാർ പടച്ച തമ്പുരാൻ വാങ്ങി എന്ന് സൂറത്ത് ആൽ ഇംറാൻ 81-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്. ഖുർആനിലെ 33-ാമത്തെ അധ്യായം സൂറത്തുൽ അഹ്സാബിലെ 7-ാമത്തെ വചനത്തിൽ ഒരു കരാറിനെ കുറിച്ച് പറയുന്നുണ്ട്. മുഹമ്മദ് നബിയിൽ നിന്നും ആ കരാർ വാങ്ങി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മുഹമ്മദ് നബിയിൽ നിന്ന് വാങ്ങിയ കരാർ ഇനി വരാനിരിക്കുന്ന പ്രവാചകനോട് കൂടി ആ പ്രവാചകൻ വരികയാണെങ്കിൽ അദ്ദേഹത്തെ പിന്തുണക്കും, അദ്ദേഹത്തോടൊപ്പം ഉണ്ടാകും എന്നുള്ള കരാർ മുഹമ്മദ് നബിയോട് കൂടി ബാധകമാണ് എന്ന്. അതുകൊണ്ട് തന്നെ മുഹമ്മദ് നബിക്ക് ശേഷം പ്രവാചകൻ വരും. മാത്രമല്ല, ഈ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ അമാനി മൗലവി അദ്ദേഹത്തിൻ്റെ തഫ്സീറിലും പറഞ്ഞിട്ടുണ്ട് ഈ കരാർ ആ കരാറാണെന്ന്. അപ്പോൾ പിന്നെ ഏതായിരുന്നാലും കരാർ ഒന്ന് തന്നെയാണ്. ഇതാണ് സുഹൃത്തിൻ്റെ ചോദ്യത്തിൻ്റെ പൊരുൾ. ഈ ഇതിലും ഞാനിപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ഇങ്ങനെ വായിച്ചു നോക്കിയപ്പോൾ കണ്ട ഒന്നാമത്തെ പ്രശ്നം അതായിരുന്നു. എന്താണ് പ്രശ്നം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്നാമതായി തന്നെ എനിക്ക് പറയാനുള്ളത്, അമാനി മൗലവി അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് നമ്മൾ പരിശോധിക്കണം. പക്ഷേ ആര് തന്നെ എന്ത് പറഞ്ഞാലും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അമാനി മൗലവിയോ അതല്ലെങ്കിൽ ഏതെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷമുള്ള ഒറ്റപ്പെട്ട ഏതെങ്കിലും അഭിപ്രായങ്ങളോ പ്രമാണങ്ങളല്ല. പ്രമാണം പരിശുദ്ധ ഖുർആനും പ്രവാചകചര്യയും, ആ പരിശുദ്ധ ഖുർആനെയും പ്രവാചകചര്യയെയും മനസ്സിലാക്കിയ സഹാബത്ത് എങ്ങനെ അതിനെ സ്വീകരിച്ചു എന്ന കാര്യവുമാണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു നേരത്തെ. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ സംസാരിക്കുന്നത്. അതാണ് മുസ്ലിങ്ങളുടെ പ്രമാണം. ഈ പ്രമാണങ്ങളെ ഓരോരുത്തരും വ്യാഖ്യാനിക്കുമ്പോൾ സംഭവിക്കാവുന്ന പാളിച്ചകളുണ്ട്. അതാർക്കും സംഭവിക്കാവുന്നതാണ്.
അത് അമാനിമൂലയ്ക്ക് സംഭവിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കേണ്ടതാണ്. വേറൊരു വശമാണ്. ഞാൻ അമാനിമൂലനെ പ്രത്യേകം എടുത്ത് പറഞ്ഞ് സ്വാഭാവികമായിട്ടും നദത്തുൽ മുജാഹിദിൻ്റെ പ്രവർത്തകരാണ് ഈ പ്രദേശത്തെ നിച്ച് ഓഫ് ട്രൂത്തിൻ്റെ ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് അപ്പോൾ നദത്തുൽ മുജാഹിദീൻ്റെ പുസ്തകത്തിൽ ഇങ്ങനെ വന്നു എന്ന് പറഞ്ഞാൽ അതോടുകൂടി എല്ലാം അംഗീകരിച്ചു എന്ന് വരേണ്ടതില്ല, മനസ്സിലാക്കേണ്ടതില്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ കാര്യം ആമുഖമായി പറഞ്ഞത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അമാനി മൗലവി അവിടുന്ന് തന്നെ തുടങ്ങാലോ. അമാനി മൗലവി പരിശുദ്ധ ഖുർആനിലെ 33-ാമത്തെ അധ്യായം സൂറത്ത് അഹ്സാബിലെ 7-ാമത്തെ വചനം ഉദ്ധരിച്ചുകൊണ്ട് അതിനെ തഫ്സീർ എഴുതിയ സമയത്ത് ഇവിടെ ഒരു കരാറിനെ കുറിച്ച് പറയുന്നു. ഈ കരാറിന്റെ വിശദാംശങ്ങൾ നമുക്കറിയില്ല. അമാനി മൗലവി എഴുതുന്നതാണ്. ഈ കരാറിന്റെ വിശദാംശങ്ങൾ നമുക്കറിയില്ല. സൂറത്ത് ആൽ ഇംറാനിലെ 81-ാമത്തെ വചനത്തിലും മറ്റും പറഞ്ഞിട്ടുള്ള കരാർ ആയിരിക്കാം ഇത്. മനിമുല എഴുതുന്നതാണ്. ഖുർആനിലെ സൂറത്ത് ആൽ ഇംറാനിലെ 81-ാമത്തെ വചനത്തിലും മറ്റും പറഞ്ഞിട്ടുള്ള കരാറായിരിക്കാം ഇത്. ഇതേപോലെ പ്രവാചകന്മാരിൽ നിന്ന് പല രൂപത്തിലുള്ള ഉറപ്പും വാങ്ങിയതായി നമുക്ക് കാണാൻ കഴിയും. ഖുർആനിലെ 42-ാമത്തെ അധ്യായം സൂറത്ത് ഷൂറയിലെ 13-ാമത്തെ വചനത്തിൽ പറയുന്ന നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോടും മറ്റും പറയുന്ന ഒരു നിർബന്ധ കൽപ്പനയുണ്ട്. അതും ഇതിൻ്റെ ഭാഗമായിരിക്കാം. അമാനി മൗലവി പറയുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത്. ഇവിടെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്നാമതായി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കരാർ വാങ്ങിയതിനെ കുറിച്ച് പറയുന്ന സൂറത്ത് അഹ്സാബിലെ 7-ാമത്തെ ആയത്തിൽ ഒരു സ്ഥലത്തും കൃത്യമായി മനസ്സിലാക്കുക, 7-ാമത്തെ ആയത്തിലോ അതിനടുത്ത സ്ഥലങ്ങളിലോ ഒരു സ്ഥലത്ത് പോലും ഈ കരാറിൽ വരാനിരിക്കുന്ന ഒരു പ്രവാചകനെ കുറിച്ചോ ആ പ്രവാചകന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്ത് ബൈഅത്ത് ചെയ്യേണ്ടതുണ്ട് എന്ന കാര്യമോ പറയുന്നേയില്ല. പ്രവാചകനോട് കരാർ വാങ്ങി എന്ന് പറയുന്നുണ്ട്. ഏത് കരാറാണെന്ന് പറയണില്ല. ഈ ആയത്തിൽ നിന്ന് സ്വഹാബത്ത് ആരെങ്കിലും ഇങ്ങനെ വരാനൊരു പ്രവാചകനുണ്ട് എന്നും അവിടെ കരാറ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച രൂപത്തിൽ ചെയ്യണം എന്ന് മനസ്സിലാക്കിയിട്ടുമില്ല. എന്നാൽ സൂറത്ത് ആൽ ഇംറാനിലെ 81-ാമത്തെ ആയത്തിൽ പ്രവാചകന്മാർക്ക് മൊത്തത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു കരാറിനെ കുറിച്ച് പറയുമ്പോൾ അവിടെ പ്രത്യേകമായി വരാനിരിക്കുന്ന പ്രവാചകനും ഇനി പ്രവാചകന്മാർ വന്നാൽ അവരെ പിൻപറ്റേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ച് കൂടി പറയുന്നുണ്ട്. അത് മുൻപുള്ള പ്രവാചകന്മാർക്കെല്ലാം ബാധകമാണ് താനും. അവിടെ മുഹമ്മദ് നബിയെ പ്രത്യേകമായി എടുത്തു പറഞ്ഞിട്ടില്ല. മുഹമ്മദ് നബിയെ കുറിച്ച് സൂചന പോലും നൽകിയിട്ടുമില്ല. അവിടെ ആ കരാർ ഇവിടെയുള്ള കരാറുമായി യോജിപ്പിക്കുകയാണെങ്കിൽ, അഥവാ മുൻ വരാനുള്ള പ്രവാചകന്മാരെ കുറിച്ച് എല്ലാ പ്രവാചകനോടുമുള്ള കരാറാണെന്ന് പറഞ്ഞാൽ മീർസ ഗുലാം അഹമ്മദ് ഖാദിയാനിക്കും ആ കരാർ ബാധകമാകും. മീർസ ഗുലാം അഹമ്മദ് ഖാദിയാനി പ്രവാചകനാണ് എന്ന ഖാദിയാനികളുടെ വാദം അംഗീകരിച്ചാൽ അയാൾക്കും ഈ കരാർ ബാധകമാകും. അപ്പോൾ മീർസക്ക് ശേഷം വീണ്ടും പ്രവാചകന്മാർ കടന്നു വരണം. മീർസ പറഞ്ഞു ഞാൻ അവസാനത്തെ പ്രവാചകനാണെന്ന്. മീർസ പറഞ്ഞു ഞാൻ അവസാനത്തെ പ്രവാചകനാണെന്ന്. അപ്പൊ മീർസക്ക് ഈ ആയത്ത് ബാധകല്ല എന്നാണോ? പ്രശ്നം കഴിഞ്ഞില്ല. ഇനി അമാനി മൗലവി അവിടെ ഉദ്ധരിക്കുന്നതിൽ ഒരർത്ഥമില്ല. അമാനി മൗലവി ഇതേപോലെ തന്നെ പറഞ്ഞു 42-ാമത്തെ അധ്യായം സൂറത്ത് ഷൂറയിലെ 13-ാമത്തെ വചനത്തിൽ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും മറ്റു പ്രവാചകന്മാരെയും കുറിച്ച് പറഞ്ഞുകൊണ്ട് പ്രത്യേകം എടുത്ത് പറയുന്ന കാര്യമുണ്ട്. അതെന്താണ്? നിങ്ങൾ മതത്തെ നേരെ നിർത്തണമെന്നും അതിൽ ഭിന്നിപ്പുണ്ടാക്കരുത് എന്നും പറഞ്ഞിട്ടുള്ള പ്രത്യേകമായ പടച്ചതമ്പുരാന്റെ കൽപ്പന കരാറ് തന്നെ. അവിടെ മീസാഖെന്ന് പ്രയോഗിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നുള്ള ചർച്ചയൊന്നും പ്രസക്തല്ല. പദപ്രയോഗം എന്തൊക്കെ നടത്തണം എന്നുള്ളത് നമ്മൾ പടച്ചോനക്ക് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കണം എന്നുള്ള കോലത്തിലാണ് ഇപ്പോൾ നമ്മളുടെ ചില ചർച്ചകൾ കണ്ടാത്തുന്ന. എന്ത് പദം പ്രയോഗിക്കണം എന്ന് പടച്ചോൻ നമ്മൾ പറഞ്ഞ കോലത്ത് പടച്ചോൻ പദം പ്രയോഗിച്ചിട്ട് ഇങ്ങോട്ട് തരണം, അങ്ങനല്ലല്ലോ. അപ്പോ ഈസ ഇവിടെ പറഞ്ഞിട്ടുള്ളത്, അവിടെ പറഞ്ഞിട്ടുള്ള കരാർ, അവിടെ പറഞ്ഞിട്ടുള്ള എന്താണ്? പ്രവാചകന്മാർക്ക് മൊത്തമായി നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനും മറ്റുള്ളവരോടുമായി പറഞ്ഞിട്ടുള്ള പ്രത്യേകമായ നിർബന്ധ കൽപ്പന, ആ കരാറ് തന്നെ. എന്താണ്? നിങ്ങൾ മതത്തിൽ നേരാവണ്ണം നിലനിർത്തുകയും മതത്തിൽ ഭിന്നിപ്പുണ്ടാക്കരുത് എന്നുള്ള കാര്യം.
അപ്പോൾ ഇത് രണ്ടും എടുത്ത് പറഞ്ഞുകൊണ്ടാണ് അമാനി മൗലവി പറയുന്നത്, ഇവയിൽ നിന്നെല്ലാം ഇവിടെ പറഞ്ഞിട്ടുള്ള കരാർ എന്താന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല, ഇവ ഇതിനെക്കുറിച്ച സൂചനകൾ നൽകുന്നു എന്നാണ് അമാനി മൗലവി പറയുന്നത്. അപ്പൊ അതില് മുൻപുള്ള പ്രവാചകന്മാർക്കിൽ നിന്ന് വാങ്ങിയ കരാറിൽപ്പെട്ടതാണ്. ആ പ്രവാചകന്മാരുടെ അനുയായികൾ പിന്നീട് പ്രവാചകന്മാർ കടന്നു വരികയാണെങ്കിൽ അവരംഗീകരിക്കേണ്ടതുണ്ട് എന്നുള്ള കാര്യം. എന്നാൽ മുഹമ്മദ് നബിയോട് ഈ രൂപത്തിലുള്ള ഒരു കരാർ വാങ്ങിയതായി പരിശുദ്ധ ഖുർആനിൽ എവിടെയുമില്ല. അതുകൊണ്ട് തന്നെ മുഹമ്മദ് നബിക്ക് ശേഷം പ്രവാചകൻ വരും എന്നതിന് തെളിവായി ഖുർആനിലെ ഈ വചനങ്ങളെ കൂട്ടി യോജിപ്പിക്കുന്നത് ഒരർത്ഥമില്ലാത്ത വർത്തമാനമാണ്. ഇനി ഖുർആനിൽ പല സ്ഥലത്തും പറയുന്നുണ്ട്, ബനി ആദമിനെ കുറിച്ച് പറഞ്ഞിട്ട് പ്രവാചകന്മാർ വരുന്നതിനെ കുറിച്ച് തീർച്ചയായും ഖുർആനിൽ പറയുന്നുണ്ട്. ഖുർആൻ അവസാന നാളിൽ അവസാനത്തെ മനുഷ്യൻ വരെ ഉള്ളവർക്കാണല്ലോ, യാതൊരു സംശയമല്ലല്ലോ. പ്രവാചകന്മാർ വന്നുകൊണ്ടിരിക്കും എന്ന് ഖുർആനിൽ പറയുന്ന പ്രയോഗത്തിൽ നിന്നാണ് സുഹൃത്ത് ഇങ്ങനെ ഇടങ്ങാറായി പറയുന്നത്. അവസാനത്തെ മനുഷ്യൻ ഈ ഖുർആനിലെ ആയത്തിന് എങ്ങനെ മനസ്സിലാക്കണം? ഇനിയും പ്രവാചകൻ വരുന്നാണോ? ഖുർആന് തുടർച്ചയായുള്ള പ്രതിഭാസം എന്നുള്ള നിലക്കാണിത് പറഞ്ഞിട്ടുള്ളത് എന്നാണ് വാദമെങ്കിൽ മീർസക്ക് ശേഷമുള്ള ആളുകൾ ഈ ആയത്തിന് എങ്ങനെ മനസ്സിലാക്കണം? ഇനി വേണ്ട, മീർസക്ക് ശേഷം വീണ്ടും പ്രവാചകന്മാർ വരാമെന്നാണെങ്കിൽ അവസാനത്തെ മനുഷ്യന്മാരുണ്ടല്ലോ, അവർക്കും ഈ ആയത്തുകൾ ബാധകമാണല്ലോ, സംശയമല്ലല്ലോ. അവരും മനസ്സിലാക്കേണ്ടത് ഇനിയും പ്രവാചകന്മാർ വരുന്നാണോ? അല്ലെങ്കിൽ ഈ ആയത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ വ്യാഖ്യാനം മതിയല്ലോ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം. മുസ്ലിങ്ങൾക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വ്യാഖ്യാനം മതി. എന്താണത്? ഞാൻ പറഞ്ഞു, ഖതമ എന്നുള്ള പദങ്ങളുടെ ആ ഭാഷാപരമായ അർത്ഥ വ്യതിയാനങ്ങളിലേക്കോ സീലാണെന്നോ അല്ലെങ്കിൽ മുദ്രയാണെന്നോ പ്രഗത്ഭനാണെന്നോ ഒന്നും ഞാൻ കടന്നു പോകണില്ല. ഭാഷാ പണ്ഡിതനല്ല ഞാൻ. അതുകൊണ്ട് തന്നെ അത്തരമൊരു ചർച്ച ഞാൻ മുതിരുന്നില്ല. മാത്രമല്ല നമ്മെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ഭാഷാപരമായ പദപരമായ തർക്കങ്ങളിൽ യാതൊരു താല്പര്യമില്ല. എന്താന്ന് വെച്ചാൽ റസൂലുള്ളാഹി അതിന് വ്യാഖ്യാനം പഠിപ്പിച്ചൊന്ന് പച്ചയായ വ്യാഖ്യാനം, അതിന് ഭാഷാ പരിജ്ഞാനം പോലും വേണ്ട ആ വ്യാഖ്യാനം മനസ്സിലാക്കാൻ. സാധാ ഞങ്ങളുടെ മലപ്പുറത്തെ ഭാഷയിൽ പറഞ്ഞ ഏത് പൊട്ടനക്കും മനസ്സിലാകുന്ന ഭാഷയാണത്. എന്താണത്? ഒരു കെട്ടിടം ഉണ്ടാക്കി, ഒരു കല്ല് ബാക്കിയായി, ആ കല്ല് ഞാൻ വന്നു പൂർത്തിയായി, ഇനി എന്താ? ഇനി ഒരു സ്ഥലമല്ല, ഒരു സിമെന്റിന്റെ സ്ഥലമെങ്കിലും വേണ്ട ബാക്കി ഇയാൾക്കൊന്ന് കയറി കിടക്കാൻ. അപ്പോ അതുകൊണ്ട് തന്നെ സ്ഥലമില്ല. പിന്നെ എന്തിനാണ് ഇയാള്? പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു പ്രവാചകൻ? അത് കൂടി നമ്മൾ ചോദിക്കേണ്ടതുണ്ടല്ലോ. ദൈവത്തിൽ നിന്ന്, അള്ളാഹുവിൽ നിന്ന് വഹി കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ പ്രവാചകത്വം നിർവഹിച്ചു എന്ന് പറയുന്ന അയാൾ അന്ന് മുസ്ലിങ്ങൾക്കിടയിലുള്ള ഏതെങ്കിലും ഒരു പ്രശ്നത്തിൽ കൃത്യമായ വഹീന്റെ അടിസ്ഥാനത്തിൽ ഒരു കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയുമോ? നിങ്ങൾ ആലോചിക്കേണ്ടതുണ്ട്. ഈസാ നബി വരൂല എന്നുള്ള വിഷയത്തിലല്ലാത്ത മറ്റൊരു വിഷയത്തിൽ മുസ്ലിങ്ങൾക്കിടയിൽ വിശ്വാസപരമായ വീക്ഷണ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് അന്നും ഇന്നും, അല്ലെ? വിശ്വാസപരമായി പടച്ചതമ്പുരാന്റെ അസ്തിത്വം വരെ ഉള്ള വിഷയങ്ങളിലുള്ള വീക്ഷണ വ്യത്യാസങ്ങളുണ്ട്. അതിൽ കൃത്യമായ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടോ? ഇപ്പോൾ തന്നെ നേരത്തെ ഒരു സുഹൃത്ത് ചോദിച്ചു, എന്താണ് ശവകുടീര ആരാധനയുമായി ബന്ധപ്പെട്ട വിഷയം മുസ്ലിങ്ങൾ തർക്കിക്കുന്ന വിഷയമാണ്. കൃത്യമായൊരു അഭിപ്രായം മീർസയുടേതായിട്ടുണ്ടോ? 4 മദ്ഹബ് അന്നുള്ളതാ. 4 മദ്ഹബുകൾ തമ്മിൽ അന്ന് അഭിപ്രായ വ്യത്യാസമാണ്, അല്ലേ? നമസ്കാരം എങ്ങനെ വേണം, ഓരോ വിഷയങ്ങളിലും ഈ അഭിപ്രായ വ്യത്യാസങ്ങളിൽ മീർസയുടേതായി ഇതാ വഹീന്റെ അടിസ്ഥാനത്തിൽ അസറിന്റെ ബാങ്കിനെ കുറിച്ച് അഭിപ്രായ വ്യത്യാസം ഉണ്ടല്ലോ, വഹീന്റെ അടിസ്ഥാനത്തിന് ഇന്നതാണ് ബാങ്ക് എന്ന് മീർസ പറഞ്ഞിട്ടുണ്ടോ? പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരാള് വരുന്നതിന് എന്തെങ്കിലും മതപരമായ ഒരു ലക്ഷ്യമെങ്കിലും പൂർത്തീകരിക്കപ്പെടേണ്ട കാര്യമുണ്ടല്ലോ. ഞാൻ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അത്തരൊരു വ്യക്തിയുടെ വിശ്വാസ്യത തന്നെ ചോദ്യം ചെയ്യേണ്ട പ്രശ്നമല്ല. കാരണം മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സ്ഥിതിക്ക് പിന്നീട് കടന്നു വരുന്ന ആരായിരുന്നാലും അത് വ്യാജനാണെന്നുള്ള കാര്യത്തിൽ സംശയത്തിന്റെ അവകാശമില്ല. സഹീഹ് മുസ്ലിമിലെ മുസ്ലിം ലോകം നിരാക്ഷേപം അംഗീകരിച്ചു വരുന്ന ഹദീസ് സമാഹാരത്തിൽ ഹദീസാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ഒരു അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷെ ഞാൻ പറയുന്നത് ചിന്തിക്കാൻ വേണ്ടിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ മുസ്ലിം ലോകത്തൊരു കുഴപ്പമുണ്ടാക്കുകയും ഇതേപോലെയുള്ള സഹോദരങ്ങൾ, ഇപ്പൊ ചോദ്യം ചോദിച്ച പോലെയുള്ള സഹോദരങ്ങളുണ്ടല്ലോ, അവരുടെ ഊർജവും അവരുടെ തലച്ചോറും അവരുടെ ബുദ്ധിയുമെല്ലാം ഇസ്ലാമിക ദഅവത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തപ്പെടുന്നതിന് പകരം കേവലമായ ഒരു അർത്ഥത്തിലും യാതൊരു രൂപത്തിലുമുള്ള സൃഷ്ടിപരമല്ലാത്ത
ചർച്ചകളിലേക്ക് കൊണ്ടുപോയി മുസ്ലിം ലോകത്തെ ജഡത്വത്തിലേക്ക് കൊണ്ടുപോകുക എന്ന ലക്ഷ്യത്തോടു കൂടി ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ ക്രൈസ്തവ മിഷനറിമാർക്ക് ഉപോത്ബലകമായി കൊണ്ട് നിർമ്മിച്ചെടുത്ത ഒരു ആശയം എന്നതിൽ കവിഞ്ഞ യാതൊരു പ്രാധാന്യവും ഇത്തരം ഒരു ആശയത്തിനില്ല. ഇനി ഈ ആയത്തുകളുടെ അടിസ്ഥാനത്തിൽ സഹോദരൻ ചിന്തിക്കേണ്ട, ഈ ആയത്തുകളുടെ അടിസ്ഥാനത്തിൽ വീണ്ടും പ്രവാചകന്മാർ വരാമെന്നാണെങ്കിൽ എങ്കിൽ ബഹാവുള്ള പ്രവാചകനാണെന്നുള്ള വാദത്തെക്കുറിച്ച് നമ്മൾക്ക് എന്ത് പറയാനുണ്ട്? ബഹായി മതക്കാർ വാദിക്കുന്നു ബഹാവുള്ള പ്രവാചകനാണെന്ന്. ഇനിയിപ്പോ ഏറ്റവും പുതിയ ഈ റഷാദ് ഖലീഫ എന്ന് പറഞ്ഞ മനുഷ്യൻ, അയാൾ പറഞ്ഞു ഞാൻ പ്രവാചകനാണ്. അദ്ദേഹം സ്വയം പറഞ്ഞു ഞാൻ പ്രവാചകനാണ്. നമുക്ക് എന്ത് പറയാനുണ്ട്? അദ്ദേഹത്തിന് തെളിവുണ്ട്. 19 ഗുണിതം കണ്ടുപിടിച്ച അദ്ദേഹമാണ്. അദ്ദേഹത്തിന് മോജിസാത്വയി. ഇങ്ങനെ ഓരോരുത്തരും കടന്നു വന്ന് പ്രവാചകനാണെന്ന് വാദിക്കാൻ ഈ ആയത്തുകൾ തെളിവല്ലേ? യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞ 3 തലങ്ങളിൽ നിങ്ങൾ പരിശോധിക്കണം. പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളെ ഏതെങ്കിലും ഒരു ഗ്രാമർ പുസ്തകം വെച്ചിട്ട് വ്യാഖ്യാനിക്കേണ്ടവയല്ല പരിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ. ഖുർആനിലെ ആയത്തുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിലൂടെയാണ് ലോകം കേട്ടത്. ആ ആയത്തുകൾക്ക് എന്താണ് വ്യാഖ്യാനമെന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. ആ വ്യാഖ്യാനം പച്ചയായി പ്രവാചകൻ പഠിപ്പിച്ച കാര്യം നമ്മൾ മനസ്സിലാക്കി. ഇനി ആ പ്രവാചകൻ പഠിപ്പിച്ച കാര്യത്തെ സഹാബത്ത് മനസ്സിലാക്കിയിട്ടുണ്ട്. ആ സഹാബത്ത് മനസ്സിലാക്കിയ കാര്യം നമ്മൾ മനസ്സിലാക്കി. പിന്നെ വെറുതെ പദക്കസരത്ത് നടത്തുന്നതിൽ യാതൊരു അർത്ഥവുമില്ല എന്നാണ് എനിക്ക് വിനീതമായി പറയാനുള്ളത്. എൻ്റെ സുഹൃത്തിനോട് വളരെ വിനീതമായി വിഷയങ്ങൾ പഠിച്ചുകൊണ്ട് നമ്മൾ സ്വർഗമാണ് ലക്ഷ്യമാക്കുന്നത് എങ്കിൽ പരിശുദ്ധ ഖുർആനിലെ വിശ്വാസക്കാരൊന്നുമില്ല ആർക്കും. പരിശുദ്ധ ഖുർആനിൽ റളിയല്ലാഹു അൻഹും വറദു അൻഹു എന്ന് പറഞ്ഞൊരു വിഭാഗമാണ് സ്വഹാബത്ത്. അള്ളാഹു അവരിൽ തൃപ്തിപ്പെട്ടിരിക്കുന്നു, അള്ളാഹുവിൽ അവരും തൃപ്തിപ്പെട്ടിരിക്കുന്നു. ഇങ്ങനെ പടച്ച തമ്പുരാനിൽ തൃപ്തിപ്പെട്ട, പടച്ച തമ്പുരാന്റെ തൃപ്തിക്ക് വിധേയമാക്കപ്പെട്ട സഹാബത്ത് അവർ പോയ സ്വർഗത്തിലേക്കാണ് നാം പോകാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ അവർ സ്വീകരിച്ച നിലപാട് എന്തായിരുന്നു ഈ വിഷയത്തിൽ നിന്ന് കൃത്യമായി പഠിച്ചാൽ തന്നെ ഈ വിഷയത്തിലുള്ള എല്ലാ തരത്തിലുമുള്ള അഭിപ്രായ വ്യത്യാസങ്ങളില്ലാതെയാകും, സംശയങ്ങൾ പോകും എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഈ പറഞ്ഞ ആയത്തുകളിൽ ഏതിൽ നിന്നെങ്കിലും ഞാൻ പറയട്ടെ, മേർച്ച വരുന്നത് വരെ ഏതെങ്കിലും ഒരു മുസ്ലിം പണ്ഡിതൻ ഈ പറഞ്ഞ ആയത്തുകളിൽ നിന്ന് ഏതിൽ നിന്നെങ്കിലും മേർച്ച വരുന്നത് വരെ ഏതെങ്കിലും ഒരു മുസ്ലിം പണ്ഡിതൻ, മുസ്ലിം സമുദായത്തിന് അംഗീകാരമുള്ള ഏതെങ്കിലും ഒരു പണ്ഡിതൻ ഈ ആയത്തുകളിൽ നിന്ന് ഇനിയും പ്രവാചകൻ വരും എന്ന് മനസ്സിലാക്കിയതായിട്ടുണ്ടോ? ഇല്ലെങ്കിൽ മുസ്ലിം ലോകം ഒരു 13 നൂറ്റാണ്ടോളം കാലം പൂർണ്ണമായി ഇരുട്ടിലായിരുന്നു എന്ന് പറയേണ്ടി വരും. അങ്ങനെയാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ, ഞാൻ നേരത്തെ പറഞ്ഞു, എൻ്റെ സമുദായം ഒരിക്കലും ഒരു തിന്മയിൽ ഏകോപിക്കുകയില്ല. അപ്പോൾ ഈ എല്ലാ അർത്ഥത്തിലും ഞാൻ പറഞ്ഞതുപോലെ ഖുർആന്റെ അടിസ്ഥാനത്തിൽ, ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ, സ്വഹാബത്തിന്റെ ഇജ്മാഇന്റെ അടിസ്ഥാനത്തിൽ, അതേപോലെ തന്നെ പണ്ഡിതന്മാരുടെ ഇജ്മാഇന്റെ അടിസ്ഥാനത്തിൽ എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇനിയൊരു പ്രവാചകൻ ഇല്ല എന്ന് തന്നെയാണ്. അങ്ങനെ ഒരു പ്രവാചകന്റെ ആവശ്യമില്ല എന്നുള്ളതാണ് നമുക്ക് ഖുർആന്റെ സുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാകുന്നത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാൻ. എൻ്റെ പേര് സലീം. ഞാൻ എൻ്റെ ഹിന്ദു സുഹൃത്തിന് വേണ്ടിയാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. ചോദ്യം ഇവിടെ ഉദ്ധരിക്കട്ടെ. ഞങ്ങൾ ഹിന്ദുക്കൾ ഒരിക്കലും വിഗ്രഹങ്ങളെ അല്ല ആരാധിക്കുന്നത്, മറിച്ച് വാനഭൂവനങ്ങളെ സൃഷ്ടിച്ച് സംരക്ഷിക്കുന്ന ഒരു ശക്തിയുണ്ടെന്നും ആ ശക്തിയെ തന്നെയാണ് ഞങ്ങൾ ആരാധിക്കുകയും ചെയ്യുന്നത്. ഒരു പ്രതീകാത്മകമായി മാത്രമാണ് ഞങ്ങൾ വിഗ്രഹങ്ങളെ കാണുന്നത്. ഇതിന് സമാനമായ രീതിയിൽ മുസ്ലിങ്ങളും പ്രവർത്തിക്കുന്നുണ്ട്. അതായത് ഹജ്ജ് വേളയിൽ പിശാചിനെ കല്ലെറിയുമ്പോൾ പിശാചിന്റെ പ്രതീകത്തിനെയാണ് സ്തൂപമാക്കിയിട്ട് കല്ലെറിയുന്നത്. നമ്മളുടെ ഉള്ളിലുള്ള പൈശാചിക ശക്തികളെയാണ് കല്ലെറിയുന്നത്. പക്ഷെ കല്ലെറിയുമ്പോൾ സ്തൂപത്തെ മുൻനിർത്തി പിശാചി എന്ന രീതിയിൽ കല്ലെറിയുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതെങ്ങനെയാണ് തെറ്റായിത്തീരുന്നത്? സ്വീകരിക്കണം. സഹോദരൻ ഹിന്ദു സുഹൃത്തിനു വേണ്ടി ചോദിച്ച ചോദ്യം, ഞങ്ങൾ വിഗ്രഹാരാധന തെറ്റാണെന്ന് പറയുന്നു. അതെന്തുകൊണ്ടാണ്? പ്രതീകം വെച്ചതുകൊണ്ടാണ്. എങ്കിൽ നിങ്ങളും പ്രതീകത്തിനെ കല്ലെറിയുന്നില്ലെന്ന്. നേരെ പറഞ്ഞാൽ പ്രതീകം തന്നെ നേരെടുത്താലും പ്രതീകത്തിനെ കല്ലെറിയലും ആരാധിക്കലും ഏതായാലും വ്യത്യാസം ഉണ്ടല്ലോ അല്ലേ? ഇനി പ്രതീകം വേണോ എന്നുള്ളതിലും വേറെ ചർച്ചയാണ്.
ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഒരു പ്രതീകത്തെ സ്വീകരിക്കുന്നതിനല്ല ഇസ്ലാം എതിര് നിൽക്കുന്നത്. നമ്മൾ ആദ്യം മനസ്സിലാക്കണത് ഇവിടെ സ്വാമി വിവേകാനന്ദൻ മുതൽക്കുള്ള ആളുകളുടെ തെറ്റിദ്ധാരണ അതായിരുന്നു. സ്വാമി വിവേകാനന്ദൻ ഇസ്ലാമിന്റെ ആശയത്തെ വളരെ സുന്ദരമായി വിമർശിക്കുന്നുണ്ട്. പ്രതീകത്തെ വെക്കരുതെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നതെന്ന് വിചാരിച്ചിട്ടാണ് വിമർശനം. ഇസ്ലാം അങ്ങനെയല്ല പറയുന്നത്. പ്രതീകത്തെ വെക്കുന്നതല്ല ഇസ്ലാം വിമർശിക്കുന്നത്, മറിച്ച് സൃഷ്ടി പൂജയെയാണ്. സ്രഷ്ടാവായ തമ്പുരാൻ മാത്രമാണ് ആരാധനകൾ അർഹിക്കുന്നത് എന്ന് പറയുമ്പോൾ സൃഷ്ടികൾ ആരാധിക്കപ്പെട്ടുകൂടാ എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. അത് പ്രതീകമായി കൊണ്ടായിരുന്നാലും അല്ലെങ്കിലും ഇവിടെ ഏകനായ സ്രഷ്ടാവിനെയാണ് ഞങ്ങൾ ആരാധിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകൃഷ്ണന്റെ വിഗ്രഹം വെക്കുമ്പോൾ ആ ശ്രീകൃഷ്ണൻ എന്ന വിഗ്രഹത്തിന്റെ ചരിത്രപരമായി പറയപ്പെടുന്ന പുരാണങ്ങളിൽ ഓരോ കാര്യങ്ങൾ എടുത്തു പറയുമ്പോൾ ശ്രീകൃഷ്ണൻ എന്ന വിഗ്രഹത്തെയാണ് ആരാധിക്കുന്നത്. ശ്രീകൃഷ്ണൻ എന്ന വിഗ്രഹമാണ് ഇയാളുടെ മനസ്സിലുള്ളത്. ശ്രീകൃഷ്ണൻ സൃഷ്ടിയാണോ സ്രഷ്ടാവാണോ? അവിടെയാണ് പ്രശ്നം. അതേപോലെ തന്നെയാണ് ആരെയാണെങ്കിലും. അത് ഞാൻ പറഞ്ഞു, ഒരു പ്രതീകത്തെ പ്രതീകാത്മകമാകുന്നത് കൊണ്ടല്ല അത് തെറ്റാക്കുന്നത്, അത് സൃഷ്ടി പൂജയാകുന്നത് കൊണ്ടാണ്. അതേപോലെ യേശുക്രിസ്തുവിന്റെ ചിത്രത്തിന് മുന്നിൽ നിന്നുകൊണ്ട് ഒരാൾ ആരാധിക്കുമ്പോൾ യേശുക്രിസ്തു എന്ന വ്യക്തിയെ, അദ്ദേഹത്തിന്റെ ഗുണഗണങ്ങളെ, അദ്ദേഹം ചെയ്ത പ്രവർത്തനങ്ങളെ, അതാണ് അയാളുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. അവിടെ സൃഷ്ടി പൂജയാണ് കടന്നു വരുന്നത്, മറിച്ച് സ്രഷ്ടാവിനെ ആരാധിക്കുന്ന സമ്പ്രദായത്തിൽ നിന്ന് വ്യത്യസ്തമായി അവിടെ സൃഷ്ടി പൂജയെ ഇസ്ലാം എതിർക്കുന്നു. അത് മുഹമ്മദ് നബി ആണെങ്കിലും, അത് മുസ്ലിം സിദ്ധനാണെങ്കിലും, ശവകുടീരമാണെങ്കിലും, വിഗ്രഹമാണെങ്കിലും, ആര് തന്നെയാണെങ്കിലും സൃഷ്ടിയാണോ, സൃഷ്ടിയെ പൂജിച്ചുകൂടാ. ആ സൃഷ്ടിയുടെ പിന്നിൽ അത് ഞങ്ങളിങ്ങനെ പൂജിക്കുമ്പോൾ ഞങ്ങളുടെ മനസ്സിൽ ദൈവമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് അർത്ഥമില്ലാത്തൊരു വർത്തമാനമാണ്. സൃഷ്ടിയെ പൂജിക്കുമ്പോൾ ഞങ്ങളുടെ മനസ്സിൽ ദൈവമാണ് എന്ന് പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത്? അവിടെയാണ് പ്രതീകാത്മകത നിഷേധാത്മകമാകുന്നത്. ഒരു സ്ത്രീ പറയാന്ന് വിചാരിക്കുക, ഞാൻ മറ്റൊരു പുരുഷനുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ എൻ്റെ മനസ്സിൽ എൻ്റെ ഭർത്താവ് തന്നെയാണ്. അതിനെന്താ അർത്ഥമുള്ളത്? അല്ല, ഇത് എന്താ പ്രതീകാത്മകത എന്നത് നിഷേധാത്മകമാകുന്നത് അപ്പോഴാണ്. അല്ല, പ്രതീകത്തെയല്ല എതിർക്കുന്നത്. ഇനി ഇവിടെ എല്ലാം കാണുന്ന ഹജ്ജുമായി ബന്ധപ്പെട്ട കർമ്മങ്ങളിൽ നിങ്ങൾ നോക്കുക, ഒരു സ്ഥലത്ത് പോലും ഒരു സൃഷ്ടി പൂജ നടക്കുന്നില്ല. അവിടെ കഅബാലയത്തിന്റെ ചുറ്റും ചുറ്റുന്നു. അവിടെ പോസിറ്റീവാണ്. നേരത്തെ പറഞ്ഞ എറിയ എന്നുള്ളത് നെഗറ്റീവാണ്. കഅബാലയത്തിന് ചുറ്റും ചുറ്റുന്നു. കഅബാലയം എന്താണ്? സട്ടാവായ തമ്പുരാനെ മാത്രം ആരാധിക്കുവാൻ വേണ്ടി ആദ്യമായി നിർമ്മിക്കപ്പെട്ട ഭവനം. ആ ഭവനത്തിന് ചുറ്റും ചുറ്റുന്നു. ഒരാളെങ്കിലും കഅബാലയത്തോട് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, കഅബാലയത്തെ വിളിച്ചു പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, അതിനെ ആരാധിക്കുന്നുവെങ്കിൽ അയാൾ ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് പുറത്തുപോയി. അവിടെ ദൈവത്തിന്റെ പ്രതീകമല്ല കഅബാലയം. അവിടെയാണ് പ്രശ്നം. പ്രതീകാത്മകത എന്നുള്ളത് പോസിറ്റീവോ നെഗറ്റീവോ ആയി ഇസ്ലാം ആരാധനയുടെ വിഷയത്തിൽ അനുവദിക്കുന്നില്ല. പിശാചിനെ കല്ലെറിയുന്ന സമ്പ്രദായം, അവിടെ പൈശാചികതകളെ തുരത്തുകയാണ്. പിശാചിനെ കല്ലെറിയാന്ന് പറഞ്ഞ് ഉണ്ടാക്കിയ ഒരു ആശയം മാത്രമാണ്. എന്തുകൊണ്ടാണ് അവിടെ പോയി കല്ലെറിയണത്? പിശാചെന്താ അവിടെ മാത്രം ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുക? അവന് ഇവിടെ ഒന്നും യാതൊരു പ്രശ്നം ഉണ്ടാവില്ലല്ലോ. അങ്ങനല്ല. അന്ന് ആ സമയത്തെങ്കിലും, ഇവിടെ ആ കല്ലെറിന സമയത്തെങ്കിലും ഇവിടെ ഒന്നും പ്രശ്നം ഉണ്ടാവരുതല്ലോ. യഥാർത്ഥത്തിൽ അവിടെ പോകുന്നത്, ആ പ്രത്യേക സ്ഥലത്ത് തന്നെ അങ്ങനെ ചെയ്യുന്നത് എന്താണ്? സമർപ്പണത്തിന്റെ പ്രതീകമാണ്. സ്രഷ്ടാവായ തമ്പുരാൻ പറഞ്ഞു അവിടെ പോയി എറിയണം. ഇവിടെ കല്ലില്ലാഞ്ഞിട്ടല്ല, ഇവിടെ എറിയാൻ സ്ഥലമില്ലാഞ്ഞിട്ടല്ല. പിന്നെന്താ? അവിടെ തന്നെ പോയി അതേ സ്ഥലത്ത് അതേ പ്രദേശത്ത് അങ്ങനെ ചെയ്യണം. അതെന്താ? സമർപ്പണമാണ്. സർവശക്തനായ തമ്പുരാൻ പറഞ്ഞു എന്നുള്ളതുകൊണ്ട് മാത്രം. ഇല്ലെങ്കിൽ ആരെ കിട്ടും അങ്ങോട്ട് പോയിട്ട് കല്ലെറിയാൻ? ഇവിടെ കല്ലില്ലാഞ്ഞിട്ട് അതിനെക്കാട്ടും വലിയ കല്ല് ഇവിടെ. പിശാചിനെ ആണെങ്കിൽ, പിശാചിന്റെ പ്രതീകത്തെയാണെങ്കിൽ ഇന്ത്യയിൽ വല്ല കുറവുണ്ടോ? പിന്നെ അങ്ങോട്ട് പോണോ? അപ്പോ യഥാർത്ഥത്തിൽ എന്താണ്? സമർപ്പണത്തിന്റെ പ്രകടനമാണത്. ആ സമർപ്പണത്തിന്റെ പ്രകടനത്തിൽ ഒരു സംഭവത്തിന്റെ അനുസ്മരണമുണ്ട് എന്ന് മാത്രം. അത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമുമായി ബന്ധപ്പെട്ട ഒരു സംഭവമാണ്. അവിടെ പിശാചി കടന്നു വരുന്നുണ്ട്.
അതല്ലാതെ പിശാചിനെ കല്ലെറിഞ്ഞിട്ട് അവിടുന്ന് ഓടിക്കാൻ വേണ്ടി ഇവിടുന്ന് ആളുകളെല്ലാവരും കൂടി അങ്ങോട്ട് പോകുന്നതല്ല. അവിടെ ഒരു തെറ്റിദ്ധാരണയാണ്. നമ്മുടെ പത്രങ്ങളെല്ലാം അങ്ങോട്ട് പറഞ്ഞിട്ട് ആ തെറ്റിദ്ധാരണ വളർത്തലാണല്ലോ. അങ്ങനെയാണ് ഈ സുഹൃത്തിന് ആ ധാരണ ഉണ്ടാവുന്നത്. യഥാർത്ഥത്തിൽ ഇവിടെ പ്രതീകാത്മകതയല്ല, സമർപ്പണത്തിന്റെ പ്രകടനാത്മകതയാണ് നടക്കുന്നത്. അവിടെ ആരാധനകളുടെ വിഷയത്തിൽ ഒരു പ്രതീകമോ ഒരു രൂപത്തിലുള്ള സൃഷ്ടിപൂജയോ കടന്നു വരുന്നേയില്ല. നിങ്ങൾക്ക് പരിശോധിച്ചാൽ കാണാൻ കഴിയും. എവിടെയെങ്കിലും മുഹമ്മദ് നബിയോടുള്ള ഒരു പ്രാർത്ഥന ആരാധന കാണാൻ കഴിയുമോ? എവിടെയെങ്കിലും കഅബാലയത്തോടുള്ള ഒരു പ്രാർത്ഥന ആരാധന കാണാൻ കഴിയുമോ? എവിടെയെങ്കിലും ഏതെങ്കിലും പ്രത്യേക സ്ഥലത്ത് ആ പുണ്യപുരുഷനോടുള്ള പ്രാർത്ഥനയോ ആരാധനയോ കാണാൻ കഴിയുമോ? ഹജ്ജുമായി ബന്ധപ്പെട്ട കർമ്മങ്ങളിൽ ഇല്ല എങ്കിൽ അവിടെ യാതൊരു രൂപത്തിലുമുള്ള സൃഷ്ടിപൂജയില്ല എന്നാണ് നാം പറയുക. ഇങ്ങനെയുള്ള ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട് ഇസ്ലാമിനെ കുറിച്ച്. ആ ധാരണ പിശകുകൾ തിരുത്തേണ്ടത് സമൂഹത്തിന്റെ ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വം നിർവഹിക്കാതിരിക്കുന്നത് മൂലമാണ് ഇവിടെയുള്ള പ്രശ്നങ്ങൾ മുഴുവനും ഉണ്ടാകുന്നത്. ആ തെറ്റിദ്ധാരണകൾ നീക്കുക എന്ന ഉത്തരവാദിത്വ നിർവഹണത്തിനു വേണ്ടി, അതോടൊപ്പം തന്നെ ഇസ്ലാമിക പ്രബോധനം എന്ന ഉത്തരവാദിത്വത്തിന്റെ നിർവഹണത്തിനു വേണ്ടി സംഘടിപ്പിക്കപ്പെട്ട വിനീതമായൊരു പരിപാടിയാണിത്. നിച്ച് ഓഫ് ട്രൂത്ത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടിയുള്ള വിനീതമായൊരു കൂട്ടായ്മയാണ്. ഇവിടെ കൂടിയിട്ടുള്ള എൻ്റെ അമുസ്ലിം സുഹൃത്തുക്കളോട്, സഹോദരങ്ങളോട് എനിക്ക് സൂചിപ്പിക്കുവാനുള്ള ഒന്നാമത്തെ കാര്യം അതാണ്. സഹോദരങ്ങളെ, ഇത് ഒരു ബാധ്യതയുടെ നിർവഹണമാണ്. ഒരു സത്യമുണ്ട്, നമ്മളെല്ലാം ജീവിച്ചു കൊണ്ടിരിക്കുന്നു എന്നതുപോലുള്ളൊരു സത്യം. നമ്മളെല്ലാം മരിക്കുമെന്നത് നമ്മൾ അംഗീകരിക്കുന്ന സത്യം. ഏത് സമയത്താണ് മരണം നമ്മെ തേടിയെത്തുക എന്ന് നമുക്ക് ആർക്കും പറയാൻ സാധ്യമല്ല. എന്നാൽ അറിയുക, നാം ജനിച്ചു എന്നതൊരു സത്യമാണെങ്കിൽ, നാം ജീവിക്കുന്നു എന്നതൊരു സത്യമാണെങ്കിൽ, അതേപോലെയുള്ള പച്ചയായ ഒരു യാഥാർത്ഥ്യമാണ് നാം നാളെ മരണപ്പെടും എന്നത് എങ്കിൽ, അതേപോലെ തന്നെയുള്ള ഒരു പൂർണ്ണമായ സത്യമാണ് മരണത്തിന് ശേഷം നമുക്കൊരു ജീവിതമുണ്ട് എന്നത്. ഇതൊരു സത്യമായി നാം മനസ്സിലാക്കുന്നത് നമ്മുടെ അറിവിൽ നിന്നാണ്. ആ അറിവ് ആധ്യാത്മികമായ അറിവാണ്. ഞാൻ ജനിച്ചു എന്നത് മറ്റുള്ളവരുടെ അറിവില്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നതാണ്. എൻ്റെ ജനനസമയത്തുള്ള അനുഭവങ്ങൾ എൻ്റെ ഓർമ്മയിൽ എവിടെയുമില്ല. എൻ്റെ മാതാവ് പറഞ്ഞു തന്നതില്ലെന്ന്, മറ്റുള്ള കുട്ടികൾ ജനിക്കുന്ന രീതി നമ്മൾ കണ്ടറിഞ്ഞതില്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്ന അറിവാണ്. എൻ്റെ കുട്ടിക്കാലത്തെക്കുറിച്ച് എൻ്റെ മാതാവും പിതാവും പറഞ്ഞു തന്ന ഓർമ്മ മാത്രമാണ് എൻ്റെ അടുത്തുള്ളത്. അതിനുശേഷം ഞാൻ വലുതായി ഇപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നു. മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്നത് പരിശുദ്ധ ഖുർആൻ പറയുന്നത് കൊണ്ട് തന്നെ 100% സത്യമായി ഞാൻ മനസ്സിലാക്കുന്ന ഒരു അറിവാണ്. ഞാൻ നല്ല മുസ്ലിങ്ങളെല്ലാം ഈ സത്യം, ഈ യാഥാർത്ഥ്യം, മരണാനന്തര ജീവിതം എന്ന യാഥാർത്ഥ്യം നാം ഉൾക്കൊള്ളുക. ആ മരണാനന്തര ജീവിതം ഉണ്ടോ പരിശോധിക്കണം നാം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത് അതാണ്, പരിശോധിക്കണം. ഏത് സമയത്തും നമുക്ക് മരിക്കാം. മരിക്കാനും ഏത് സമയത്തും നാം സന്നദ്ധരായി കൊണ്ടിരിക്കേണ്ടവരാണ്. എങ്കിൽ മരണാനന്തരം ഒരു ജീവിതം ഉണ്ടെങ്കിൽ ഒരു സാധ്യതയുടെ 1% നിങ്ങൾ കൊടുക്കുക. ഉണ്ടെങ്കിൽ എൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഉണ്ടെങ്കിൽ 99% ഇല്ല എന്ന് തന്നെ നിങ്ങൾ വിചാരിച്ചോളൂ. പക്ഷെ ഉണ്ടെങ്കിൽ അപ്പോൾ ആ 1% സാധ്യതക്ക് നമ്മൾ പഠിക്കേണ്ടി വരുന്നു. ഉണ്ടോ? ഉണ്ടെങ്കിൽ ഖുർആൻ പറഞ്ഞത് ശരിയാണെങ്കിൽ അപ്പോൾ ഒന്ന് പഠിക്കേണ്ടതല്ലേ? പരിശുദ്ധ ഖുർആൻ ഒന്ന് പഠിച്ചു നോക്കുക, മനസ്സിലാക്കി നോക്കുക. ഇത് ജീവിതത്തെ പരിവർത്തിപ്പിക്കുന്ന ഗ്രന്ഥമാണ്, നിങ്ങളുടെ രക്ഷയുടെ മാർഗമാണ്. ആരുടെ നിർബന്ധിക്കുകയല്ല, മറിച്ച് പരിശുദ്ധ ഖുർആൻ നിങ്ങൾ പഠിക്കുക, പഠിച്ചു നോക്കുക. നിങ്ങളുടെ ജീവിതത്തിന്റെ ലക്ഷ്യത്തെക്കുറിച്ച് കൃത്യമായി വിശദീകരിക്കുന്ന ഗ്രന്ഥം, നിങ്ങളുടെ ഭാവി ജീവിതത്തെക്കുറിച്ച് വ്യക്തമായി പറഞ്ഞു തരുന്ന ഗ്രന്ഥം, നിങ്ങളുടെ ജീവിതത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യത്തെക്കുറിച്ച് വ്യക്തമായ പരാമർശങ്ങൾ ഉൾക്കൊള്ളുന്ന ഗ്രന്ഥം, പടച്ച തമ്പുരാനിൽ നിന്നുള്ളതാണ് എന്ന് കൃത്യമായി പറയുന്ന ഗ്രന്ഥം, പടച്ച തമ്പുരാനിൽ നിന്നുള്ളതാണോ എന്ന് പരിശോധിക്കുവാൻ നമ്മോട് ആവശ്യപ്പെടുന്ന ഗ്രന്ഥം, അവതരിപ്പിക്കപ്പെട്ട അതേ രൂപത്തിൽ തന്നെ മാറ്റമില്ലാതെ നിലനിൽക്കുന്ന ഗ്രന്ഥം, ഒരൊറ്റ അബദ്ധം പോലുമില്ലാത്ത, ഒരൊറ്റ വൈരുദ്ധ്യം പോലും നിലനിൽക്കാത്ത ഗ്രന്ഥം. ഈ ഗ്രന്ഥം നമ്മുടെ അടുത്ത് പടച്ച തമ്പുരാനിൽ നിന്നുള്ളൊരു പുസ്തകമായി നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നിട്ട് അതൊന്ന് തുറന്നു നോക്കാൻ, പഠിക്കാൻ, മനസ്സിലാക്കാൻ, ശരിയെങ്കിൽ സ്വീകരിക്കാൻ, തെറ്റെങ്കിൽ തള്ളിക്കളയാൻ, തിരസ്കരിക്കാൻ നാം സന്നദ്ധമാകുന്നില്ലെങ്കിൽ, നമ്മെ പടച്ച, നമ്മെ പരിപാലിക്കുന്ന, നമുക്ക് നമ്മൾ ആവശ്യപ്പെടാതെ തന്നെ എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തി തന്ന, വായു തന്ന, വെള്ളം തന്ന, ജീവിക്കുവാനുള്ള ആവശ്യങ്ങൾ തന്ന,
നമുക്ക് തലച്ചോറ് തന്ന്, ബുദ്ധി തന്ന്, ചിന്തിക്കുവാനുള്ള കഴിവ് തന്ന, നമ്മുടെ ആന്തരികവും ബാഹ്യവുമായ അവയവങ്ങൾ മുഴുവനും തന്നുകൊണ്ട് നമ്മെ സംരക്ഷിച്ച് നിർത്തിയിട്ടുള്ള നമ്മുടെ തമ്പുരാൻ, നമ്മുടെ സൃഷ്ടാവ്, നമ്മുടെ നാഥൻ, അവങ്കിലേക്ക് നാം തിരിച്ചു ചെല്ലുമ്പോൾ അവനിൽ നിന്നുള്ളതാണ് ഈ ഗ്രന്ഥമെങ്കിൽ, അവൻ്റെ അടുത്ത് നിന്ന് അവതരിപ്പിക്കപ്പെട്ടതാണിതെങ്കിൽ, നമ്മോട് അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ, നിങ്ങനെ ഒരു ഗ്രന്ഥത്തെക്കുറിച്ച് കേട്ട് നീ അത് വായിച്ചോ, പഠിച്ചോ, മനസ്സിലാക്കിയോ എന്ന് ചോദിച്ചാൽ നമുക്ക് എന്തുത്തരം പറയാനുണ്ട്? സുഹൃത്തെ, ചിന്തിക്കുക. അതുകൊണ്ട് തന്നെ പഠിക്കുക. ഇവിടെ നിർബന്ധത്തിന്റെ സ്വരമില്ല. പഠിക്കുക, നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യത്തെക്കുറിച്ച് അറിയാൻ. ശരി എന്ന് തോന്നുമ്പോൾ നാം സ്വീകരിക്കുക, തെറ്റെങ്കിൽ തിരസ്കരിക്കാൻ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്. പഠിക്കുക, പരിശുദ്ധ ഖുർആനിനെ കുറിച്ച് പഠിക്കാൻ, അതിനെക്കുറിച്ച് ധാരണ പിശകുകൾ തീർക്കാൻ വേണ്ടിയാണ് നിച്ച് ഓഫ് ട്രൂത്ത് ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. ഇത് ഒരു ബാധ്യതാ നിർവഹണത്തിന്റെ ഭാഗമാണ് സഹോദരങ്ങളെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അന്തിമ പ്രസംഗത്തിലൂടെ ഏൽപ്പിച്ച ബാധ്യതയുടെ നിർവഹണം, ഇത് എത്തിയവർ എത്താത്തവർക്ക് എത്തിച്ചു കൊടുക്കുവാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു. ആ ബാധ്യതയുടെ നിർവഹണം സഹോദരങ്ങളെ, നാളെ പടച്ച തമ്പുരാന്റെ കോടതിയിൽ ഞാനും നിങ്ങളും നമ്മളെല്ലാവരും ഹാജരാക്കപ്പെടുമെന്നുള്ള പൂർണ്ണമായ ബോധ്യമാണ് ഇത്തരം ഒരു ബാധ്യതാ നിർവഹണത്തിന് നിച്ച് ഓഫ് ട്രൂത്തിന്റെ പ്രവർത്തകരെ പ്രേരിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, നമ്മളെല്ലാവരും നാളെ പടച്ച തമ്പുരാന്റെ കോടതിയിൽ ഹാജരാക്കപ്പെടും. ഈ സന്ദേശം, മരണാനന്തര ജീവിതത്തിലെ രക്ഷയുടെ സന്ദേശം നിങ്ങൾക്ക് എത്തിയിരുന്നോ എന്ന് പടച്ച തമ്പുരാൻ ചോദിക്കുന്ന അവസ്ഥാവിശേഷം ഉണ്ടാകും. ഇതാ അള്ളാഹു സർവേശ്വരനായ തമ്പുരാൻ സാക്ഷിയാണ്. അതോടൊപ്പം തന്നെ നിങ്ങളെല്ലാവരും സാക്ഷികളാണ്. നിങ്ങൾക്കിത് എത്തിച്ചു തരാൻ ഞങ്ങളെ കൊണ്ട് പരിമിതമായ കഴിവ് ഞങ്ങൾ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നു. ഇനി പരിശ്രമിക്കേണ്ടത് നിങ്ങളാണ്. പഠിക്കുക, ചോദ്യം ചെയ്ത് പഠിക്കുക. നിങ്ങൾക്ക് പഠനത്തിന് നിച്ച് ഓഫ് ട്രൂത്തിനെ സമീപിക്കാവുന്നതാണ്. കൂടുതൽ പഠനത്തിന് ഇവിടെ ഇതിന്റെ സംഘാടകരുമായി ബന്ധപ്പെടാം, അല്ലെങ്കിൽ നിച്ച് ഓഫ് ട്രൂത്തിന്റെ എറണാകുളത്ത് ഓഫീസിലേക്ക് നിങ്ങൾക്ക് എഴുതാം. അതുമല്ലെങ്കിൽ നിങ്ങൾക്കടുത്ത് കോഴിക്കോട് എറണാകുളം നിച്ച് ഓഫ് ട്രൂത്തിന്റെ സെന്റർ ഉണ്ട്, അതുമായി ബന്ധപ്പെടാം. അതേപോലെ തന്നെ നിച്ച് ഓഫ് ട്രൂത്തിന്റെ വെബ്സൈറ്റ് നിങ്ങൾക്ക് സന്ദർശിക്കാം. www.nichoftruth.org ആണ് വെബ്സൈറ്റിന്റെ വിലാസം. നിച്ചിന്റെ ആനുകാലികമുണ്ട്, സ്നേഹസംവാദം മാസികയുമായി നിങ്ങൾക്ക് ബന്ധപ്പെടാം. അത് നമ്മുടെ സംവാദത്തിന്റെയും പൊതുപരിപാടികളുടെയും എല്ലാം കാസറ്റുകളുണ്ട്, പുസ്തകങ്ങളുണ്ട്. കൂടുതൽ പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി തന്നെ നിച്ച് ഓഫ് ട്രൂത്ത് ഒരു കറസ്പോണ്ടൻസ് കോഴ്സ് തന്നെ നടത്തുന്നുണ്ട്. നിങ്ങൾക്ക് അവയുമായി ബന്ധപ്പെടാവുന്നതാണ്, പഠിക്കാവുന്നതാകുന്നു, മനസ്സിലാക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ ഇവിടെ കൂടിയ എൻ്റെ മുസ്ലിം സുഹൃത്തുക്കളോട്, സഹോദരങ്ങളെ, ഈ ബാധ്യത നമ്മൾ നിർവഹിക്കേണ്ടതാണ്. ഏതെങ്കിലും വ്യക്തികളോ ഏതെങ്കിലും കൂട്ടായ്മകളോ മാത്രം ചെയ്യേണ്ടതല്ല, നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യത. ഞാനും നിങ്ങളും, നമ്മൾ ഓരോരുത്തരും നാളെ പടച്ച തമ്പുരാന്റെ മുന്നിൽ വെച്ച് കൈ കെട്ടി മറുപടി പറയേണ്ട കാര്യമാണ് സഹോദരങ്ങളെ ഇത്. ആ ബാധ്യതയുടെ നിർവഹണത്തിന് നാം സന്നദ്ധമാവുക. നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ദാവത്തിന്റെ സന്നദ്ധതയിൽ, നിങ്ങൾക്ക് ഈ ദാവത്തിന് വേണ്ടിയുള്ള പരിശ്രമത്തിൽ നിച്ച് ഓഫ് ട്രൂത്തിന്റെ ഏതെങ്കിലും രൂപത്തിലുള്ള സഹകരണം ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങൾ ഈ കൂട്ടായ്മയെ സഹകരിക്കുക, ഈ പ്രബോധന ദൗത്യത്തിൽ പങ്കാളികളാവുക. സ്നേഹസംവാദം മാസികയുമായി നിങ്ങൾ ബന്ധപ്പെടുക. അതോടൊപ്പം തന്നെ മറ്റു കാര്യങ്ങൾ, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളുമായി ബന്ധപ്പെടുക. നിങ്ങൾ പ്രാർത്ഥിക്കുക, നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കുക. സർവേശ്വരനായ സർവശക്തനായ തമ്പുരാനെ, ഞങ്ങൾ ഇവിടെ കൂടിയിരുന്നത് പോലെ നാളെ നിന്റെ അനുഗ്രഹങ്ങളുടെ ഭവനമായ, നിന്റെ കാരുണ്യത്തിന്റെ പൂർണ്ണമായ പ്രകാശനം നടക്കുന്ന സ്വർഗലോകത്ത് ഞങ്ങൾക്ക് കൂടിയിരിക്കുവാൻ ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. പരമകാരുണികനായ, കരുണാനിധിയായ, ഗഫൂറുർ റഹീമുമായ, സകലതും പുറത്തു തരുന്നവനായ തമ്പുരാനെ, ഞങ്ങളുടെ പാപങ്ങൾക്ക് നീ ശിക്ഷിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഒരിക്കലും തന്നെ നിന്റെ അനുഗ്രഹങ്ങളുടെ ഭവനമായ സ്വർഗലോകത്ത് കടന്നു ചെല്ലുവാൻ പറ്റാത്ത അവസ്ഥയുണ്ടാകും. നാഥ, നിന്റെ മഹത്തായ ഫളല് കൊണ്ട്, നിന്റെ കാരുണ്യം കൊണ്ട് ഞങ്ങളുടെ പാപങ്ങൾ നീ പുറത്തു തരികയും ആ പാപങ്ങളെ കൂടി പുണ്യങ്ങളാക്കി മാറ്റി നിന്റെ അനുഗ്രഹിക്കപ്പെട്ട പ്രവാചകന്മാരും സിദ്ദീഖുകളും സ്വാലിഹീങ്ങളും ശുഹദാക്കളും ഔലിയാക്കളുമെല്ലാം കടന്നു പോകുന്ന സ്വർഗലോകത്തിൽ കടന്നു ചെല്ലാൻ, അവരോടൊപ്പം സൗഹൃദം സ്ഥാപിക്കുവാൻ സാധിക്കുന്നവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണമേ തമ്പുരാനെ. ഞങ്ങളുടെ കർമ്മങ്ങളിൽ അഹങ്കാരവും ലോകമാന്യവും കടന്നുകൂടി, ഞങ്ങളുടെ കർമ്മങ്ങളിൽ തെറ്റുകൾ കടന്നുകൂടി, ഞങ്ങളുടെ കർമ്മങ്ങളിൽ ലോകമാന്യം കൂടുതലായി, റിയാ കൂടുതലായി കടന്നുകൂടി, കർമ്മങ്ങളെല്ലാം നഷ്ടപ്പെട്ട് അവസാനം നരകത്തിലേക്ക് നയിക്കപ്പെടുന്ന വിഭാഗത്തിൽ നാഥ ഞങ്ങളെ ആരെയും നീ ഉൾപ്പെടുത്തല്ലേ തമ്പുരാനെ. ഇസ്ലാമിക പ്രബോധനം കൂടുതൽ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഈ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങളുടെ രംഗത്ത് പരിശുദ്ധ ഖുർആനും പ്രവാചകന്റെ ചര്യയും സലഫു സാലിഹുകളുടെ മൻഹജും അനുസരിച്ചു കൊണ്ട് തന്നെ മുന്നോട്ട് പോകുവാൻ, അവയിൽ നിന്ന് വ്യതിചലിക്കാതെ കൃത്യമായ മാർഗത്തിലൂടെ മുന്നോട്ട് പോകുവാൻ നാഥ നീ ഞങ്ങൾക്ക് കരളുറപ്പും കാലുറപ്പും പ്രദാനം ചെയ്യണമേ തമ്പുരാനെ. ഈ രംഗത്ത് സകലവിധ എല്ലാ ആളുകളുടെയും
എല്ലാ ശാപവാക്കുകളിൽ നിന്നും ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണമേ തമ്പുരാനെ. ഈ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങളുടെ രംഗത്ത് ശത്രുക്കളുടെയും മിത്രങ്ങളുടെയും സകലവിധ ശത്രുതകളിൽ നിന്നും നാഥ നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ തമ്പുരാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. ഇസ്ലാമിക പ്രബോധനം ഓരോ മുസ്ലിമിൻ്റെയും ബാധ്യതയാണ്. ഈ ബാധ്യത നിർവഹിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കൂട്ടായ്മയാണ് നിച്ച് ഓഫ് ട്രൂത്ത്. നിച്ച് ഓഫ് ട്രൂത്ത് പ്രവർത്തനങ്ങൾ ചോദ്യോത്തരത്തോടുകൂടിയ പൊതുപ്രഭാഷണങ്ങൾ, മതനേതാക്കളുമായി സ്നേഹസംവാദങ്ങൾ, സൗജന്യ ഇസ്ലാം കറസ്പോണ്ടൻസ് കോഴ്സ്, ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്ന ലഘുലേഖകളും പുസ്തകങ്ങളും, ഇസ്ലാം വിമർശനങ്ങൾക്ക് മറുപടി പറയുന്ന ഗ്രന്ഥങ്ങളും കാസറ്റുകളും, പ്രബോധനത്തിനു വേണ്ടി മാത്രമായി ഒരു ദൃശ്യ ശ്രാവ്യ മാധ്യമം ക്രിയേറ്റീവ് മീഡിയ. ഇസ്ലാമിക പ്രബോധനത്തിന് മാത്രമായി ഒരു ആനുകാലികം സ്നേഹസംവാദം മാസിക. ഇസ്ലാമിനെക്കുറിച്ച് സത്യസന്ധവും ശാസ്ത്രീയവുമായ അറിവ് നൽകുന്ന ഇന്റർനെറ്റ് സൈറ്റ്. ലോക പ്രശസ്ത ഇസ്ലാമിക പ്രബോധകരുടെ കേസറ്റുകൾക്കുള്ള ലൈബ്രറി. പ്രബോധകർക്കായുള്ള റഫറൻസ് ലൈബ്രറി. പ്രബോധന പരിശീലന ക്യാമ്പുകൾ, ദഅവ വർക്ക്ഷോപ്പുകൾ. ഖുർആൻ പരിഭാഷാ വിതരണം. ഗ്രാമാന്തരങ്ങളിൽ ഇസ്ലാമിന്റെ സന്ദേശം എത്തിക്കാൻ മൊബൈൽ ദഅവ യൂണിറ്റ്. നേരിട്ട് ഇസ്ലാമിനെ മനസ്സിലാക്കാൻ നിച്ച് ഓഫ് ട്രൂത്ത് സെന്ററുകൾ. നാഥ, സത്യമത സന്ദേശ പ്രചരണത്തിനു വേണ്ടിയുള്ള വിനീതമായൊരു സംരംഭമാണിത്. നീ ഏൽപ്പിച്ച ഉത്തരവാദിത്വത്തിന്റെ നിർവഹണത്തിനു വേണ്ടിയുള്ള എളിയ ശ്രമം ഇതൊരു പ്രതിഫലാർഹമായ പ്രവർത്തനമായി സ്വീകരിക്കണമെന്ന്. ആമീൻ.